നല്ല കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു രാത്രി കൂടെ ദൈവം നമുക്ക് സമ്മാനിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആവേശത്തോടും ആവലോടും പ്രാർത്ഥനയോടും 14-ാം രാത്രിയിലും കർത്തൃപാദപീഠത്തിലിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ പകൽ ദൈവം എന്നുള്ള ഇടപെട്ട എല്ലാ ദൈവശബ്ദത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞേ. നാം വന്നിരിക്കുന്നത് ഇടതടമില്ലാതെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിലാണ്. ദൈവം ഇടതടമില്ലാതെ സംസാരിക്കും. ആമേൻ. മോശയ്ക്ക് ദൈവം ഒരു സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ മോശയോട് ദൈവം സംസാരിച്ചു. അപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹം ദൈവം നമ്മളോട് സംസാരിക്കണമെന്നുള്ളതാണ്. ആണോ? എന്നുറക്കെ പറഞ്ഞേ. നമ്മളോട് സംസാരിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ശരിയല്ലേ? ഒരാമേൻ പറ. കർത്താവ് നമ്മോട് സംസാരിക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് വല്ലതും പറയണം. മിക്കവാറും ചിലരൊക്കെ മിണ്ടാതിരുന്ന് ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന വാക്യം അനുസരിക്കുന്നവരാണ് കൂടുതൽ. ഇങ്ങോട്ട് വല്ലതും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ എന്ന് പറയുന്നല്ലേ വില. ദൈവത്തോട് അങ്ങോട്ട് പറഞ്ഞെങ്കിലേ ഇങ്ങോട്ട് വല്ലതും കിട്ടത്തുള്ളൂ. കിട്ടണമെങ്കിൽ അങ്ങോട്ട് പറയണം. ഒരാമേൻ പറഞ്ഞേ. ദൈവം നിലവിളിക്കുന്നവരെ അറിയുന്നു. അതുകൊണ്ടല്ലേ എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലകൊള്ളുന്നു. അവൻ തനിക്കുള്ളവരെ അറിയുന്നു. ലോകത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്നെ അറിയുന്നൊരു ദൈവം സ്വർഗത്തിലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന് സ്തോത്രം പറയുക. ലോകത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും നമ്മളെ അറിയാൻ കഴിയുന്നൊരു നല്ല ദൈവം നമുക്കുള്ളതിനാൽ ആ പ്രത്യാശ പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഏറ്റവും വലിയ ഭാഗ്യം ദൈവം നമ്മളെ അറിയുന്നുള്ളതാ. ഒരു നിമിഷം കണ്ണുകളെല്ലാം ഒന്ന് അടച്ച് സ്വർഗത്തിലേക്കൊന്ന് നോക്കിക്കേ. കണ്ണുകളടച്ച ദൈവസനിലേക്കൊന്ന് സമർപ്പിച്ചേ. ഹൃദയം തുറന്ന് അപ്പൻ്റെ മുമ്പിൽ ഒന്ന് മനസ്സ് തുറക്കാൻ കഴിവുള്ള ദൈവമക്കൾ എല്ലാവരും കണ്ണുകളടച്ച് സ്വർഗത്തിലേക്ക് നോക്കിക്കേ. ഓ ജീസസ്, എല്ലാ കണ്ണും അടച്ച് അപ്പൻ്റെ മുൻപിൽ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. മൗനമായിരിക്കരുത്. ഉമ്മൈ മുഴുവുള്ളത്തോട് ആരാധിപ്പേ, മുഴുബലത്തോട് അൻപു കൂറുവേൻ. ആരാധனை ആരാധനേ, ആരാധனை ആരാധനേ, ആരാധனை ആരാധനേ, ആരാധனை ആരാധനേ. എബിനേസരേ, എബിനേസരേ, ഇതുവരെയും ഉദവി നീരേ. എബിനേസരേ, എബിനേസരേ, ഇതുവരെയും ഉദവി നീരേ. ഇതുവരെയും ഉദവി നീരേ. ഉമ്മൈ മുഴുവുള്ളത്തോട് ആരാധിപ്പേ, മുഴുബലത്തോട് അൻപു കൂറുവേ. ആരാധனை ആരാധനേ, ആരാധனை ആരാധനേ. ഓ ആരാധனை ആരാധനേ, ആരാധனை ആരാധനേ. എല്ലോയി എല്ലോയി, എന്നെ കണ്ടീരേ നന്ദി അയ്യാ. എല്ലോയി എല്ലോയി, എന്നെ കണ്ടീരേ നന്ദി അയ്യാ. എന്നെ കണ്ടീരേ നന്ദി അയ്യാ. ഉമ്മൈ മുഴുവുള്ളത്തോട് ആരാധിപ്പേ, முழுபலத்தோடு அன்பு கூறுவே ஆராதனை
ആരാധനേ ആരാധനേ ആരാധനേ. ഒന്ന് ചേർന്ന് പാടിക്കേ. ആരാധനേ 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 ആരാധനേ. அன்பு கூறுவே என்றும் அதிகமாய் ஆராதிப்பே என்றும் ஆழமாய். அன்பு கூறுவே என்றும் அதிகமாய் ஆராதிப்பே என்றும் ஆழமாய். உம்மை முழு உள்ளத்தோடு ஆராதிப்பே முழு பலத்தோடு அன்பு கூறுவே. ആരാധനേ ആരാധനേ. ഒന്ന് ചേർന്ന് പാടിക്കേ. ആരാധനേ ആരാധനേ. ഓ ആരാധനേ 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 ആരാധനേ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു. അങ്ങയുടെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. മാറ്റം വരാത്ത ദൈവിക മഹത്വത്തിൻ്റെ രാത്രിയായി ഈ അന്തരീക്ഷം മാറാൻ പോകുന്ന കൃപയ്ക്കായി നന്ദി. ഓരോ ജനത്തെയും സ്വർഗമാദരിക്കും, വചനത്തിൻ്റെ വെളിപ്പാട് കൊണ്ട് ഞങ്ങളെ നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ഒരുമിച്ച് ആമേൻ പറഞ്ഞേ. 2025 ഇങ്ങനെ ഒരു ഭാഗ്യപദവി, ഇത് കുറച്ചുകൂടെ തരാമോ? ഈ ഫ്രണ്ട് ഒഴിച്ചിട്ട് കുറച്ചുകൂടെ തന്നാൽ നന്നായിരിക്കും. ഒരു ഭാഗ്യപദവി സർവശക്തിയുള്ള ദൈവം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. രാമേൻ പറഞ്ഞേ. സന്തോഷത്തോടെ രാമേൻ പറ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഒരു സന്തോഷമില്ലാത്ത രംഗമാണ് നോക്കുന്നത്. അകത്ത് സന്തോഷമുള്ളവൻ്റെ മുഖം ശോഭിക്കുമെന്ന വാക്യം അല്ലേ? മുഖപ്രകാശമുള്ളവൻ്റെ മുഖം ശോഭിക്കും, അല്ലാത്തവരുടെ മുഖം വാടി അവശരായി കുഴഞ്ഞ് വല്ലാത്ത പരുവത്തിലിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവരുടെ മുഖം വാടരുത്. സ്തോത്രം പറ. ഉപവസിക്കുന്നവരുടെ മുഖം വാടിയ ചരിത്രമില്ല. വാടിയ മുഖം കാണിക്കരുതെന്ന് ദൈവത്തിൻ്റെ വചനമാകയാൽ ഇന്ന് രാത്രി വാടാതെ ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ശക്തിയോടെ ദൈവത്തിന് രാമേൻ പറഞ്ഞ് കൈകെട്ടി ആരും ഇതിനകത്തിരിക്കരുത്. കാരണം ഇതൊരു ആരാധനയുടെ ഇടമാണ്. ദൈവത്തെ ആരാധിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കരുത്. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്ത് നിൽക്കുന്നു, പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? കർത്താവിൻ്റെ കാലച്ചിയുടെ ശബ്ദം നമ്മുടെ കാതിലിങ്ങനെ മുഴങ്ങുക. ഒരാമയം പറഞ്ഞേ. 666 എന്ന സംഖ്യ അതിൻ്റെ ശക്തിയോടെ പല രാജ്യത്തിൻ്റെ മുഖമുദ്രകളായി മാറിക്കൊണ്ടിരിക്കുന്നു. ആമേൻ ആമേൻ. 666 എന്ന സംഖ്യ സാത്താൻ്റെ മുദ്രയായി അത് വെളിപ്പെട്ടു വരുന്നു. ഒരിക്കൽ ഒരു ഫ്ലൈറ്റ് യാത്രയിൽ ഒരു ദൈവദാസൻ അടുത്തിരിപ്പുണ്ട്. തൊട്ടടുത്ത് മറ്റൊരാളും ഇരിക്കുന്നു. കുറേ നേരമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനിങ്ങനെ തലയാട്ടിയും പിറുപിറുത്തുമൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ തൊട്ടടുത്തിരുന്ന ആൾ ചോദിച്ചു, നിങ്ങൾ പാസ്റ്ററാണോ, പ്രാർത്ഥിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ, ഞാൻ പാസ്റ്ററാന്ന് പറഞ്ഞു. ആമേൻ. ഇദ്ദേഹത്തിന് സന്തോഷം തോന്നി. പാസ്റ്ററല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച സഭയുടെ പാസ്റ്ററല്ല, പിന്നെ സൈത്താൻ വർഷിപ്പിൻ്റെ 700 സഭകളുടെ പാസ്റ്ററാണ്. ആരും മിണ്ടുന്നില്ല. 360 ദിവസം താൻ പ്രാർത്ഥനയില്ല. ചോദിച്ചു എന്തിനാന്ന്. അവരുടെ പറഞ്ഞ പദം ഇതാ, ഞങ്ങളുടെ രാജ്യം വരണം. ആരുടെ രാജ്യം? ഉറക്കപ്പറ, ഒന്ന് ഉറക്കപ്പറ. വരട്ടെ ഇങ്ങോട്ട്. സാത്താൻ്റെ രാജ്യം വരണം. രഹസ്യത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്ന സാത്താന്യ പദ്ധതികൾ പരസ്യത്തിൽ രംഗത്തിറങ്ങി. അമേരിക്കയിൽ ഒക്ലഹോമ എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് സാത്താൻ്റെ പഞ്ചലോക വിഗ്രഹം പട്ടാപ്പകലിൽ രഥചക്രങ്ങളിൽ വലിച്ച് പട്ടണത്തിൻ്റെ നടുവിൽ സ്ഥാപിക്കപ്പെട്ടത്.
ഒരു കാര്യം ഓർക്കണം, സാത്താൻ അതിൻ്റെ പിടിമുറുക്കത്തോടെ വെളിപ്പെടുമ്പോൾ നമുക്ക് തിരിച്ചു പറയാം, അവൻ ഇരുട്ടിൻ്റെ സന്തതിയാകിയാൽ നമ്മൾ വെളിച്ചത്തിൻ്റെ മക്കളാണ്. ശബ്ദമുയർത്തി കർത്താവിനൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നീ വെളിച്ചത്തിൻ്റെ മക്കളാണെങ്കിൽ നിനക്കിനി അടങ്ങിയിരിക്കാൻ നേരമില്ലെന്നായി പറഞ്ഞതിൻ്റെ ആശയം. പിടികിട്ടുന്നവർ ദൈവത്തെ സ്തുതിച്ചേ. സാത്താനും അവൻ്റെ അനുയായികളും അരക്കച്ച കെട്ടി രംഗത്തിറങ്ങിയെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് അഭിമാനിക്കുന്ന, സ്നാനപ്പെട്ടെന്ന് അഭിമാനിക്കുന്ന, അഭിഷേകം പ്രാപിച്ചെന്ന് അഭിമാനിക്കുന്ന നിന്റെ ഇരിപ്പ് കണ്ട് സാത്താൻ പൊട്ടിച്ചിരിക്കാൻ ഇടവരാതെ പകൽ വെളിച്ചമെന്ന പോലെ ദൈവത്തിന്റെ വെളിച്ചം ശിരസാൽ ഏറ്റെടുക്കുന്നവർ ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കേണ്ട കാലമെടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറ. അപ്പൊ ഇരുട്ടിൽ വസിക്കുന്നവൻ വെളിച്ചത്തിലിറങ്ങി. ആമേൻ. സ്തോത്രം ചെയ്യുക. കഞ്ഞിക്കുഴിക്കടുത്ത് സാത്താൻ വർഷിപ്പിൽ നിരന്തരം ആരാധിച്ചൊരു ചെറുപ്പക്കാരൻ, രാകേഷ് എന്നാണ് അവൻ്റെ പേര്. അവന് 3 ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, ഒരു വനിതാ പോലീസിനെ പട്ടണത്തിന് നടുവിൽ വെച്ച് കരിങ്കല്ലുകൊണ്ട് ഇടിച്ച തല പൊട്ടിച്ച് രക്തം ഒഴുകുന്ന കണ്ട് കൈയടിച്ച് ആഹ്ലാദിക്കണം. ഒന്ന്. രണ്ടാമത്തെ പദം 24 മണിക്കൂറും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യണം. 3, കുടുംബജീവിതം ഉണ്ടാകണം, പക്ഷെ തലമുറ ഉണ്ടാകാൻ പാടില്ല. 3 കാര്യങ്ങൾ. പക്ഷേ സാത്താൻ വർഷിപ്പിനകത്തുനിന്ന് വലിച്ചവനെ പുറത്തിറക്കി ദൈവവൈതലാക്കി മാറ്റി. ഒരാമേൻ ഉറക്കെ പറ പ്രിയരെ. എന്തിനാ ഇത് പറഞ്ഞേ? സാത്താൻ അതിൻ്റെ പൂർവാധികം ശക്തിയോടെ രംഗത്ത് വന്നു കഴിഞ്ഞു. സ്തോത്രം പറ. നമ്മളോ 8-10 എന്ന് കൈയടിച്ച് തോന്നിയെങ്കിൽ സ്തോത്രം പറഞ്ഞ്, ഇല്ലെങ്കിൽ ആരാധിക്കുന്നില്ലെങ്കിൽ മടിപിടിച്ച് എങ്ങനെങ്കിലുമൊക്കെ ഒരു പൊത്തുവരുത്ത പരിവത്തി പോകാൻ ഇനിയും നിൽക്കരുത്. അവൻ അതിൻ്റെ തന്ത്രങ്ങളുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. ഇനി നീ ചെയ്യേണ്ടത് വെളിച്ചത്തിൻ്റെ മക്കളായി പുറത്തു വരണം. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇരുട്ടിൻ്റെ പ്രവർത്തികളെ അഴിക്കാൻ ഈ പട്ടണത്തിലും ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഇങ്ങനെ തെളിയിക്കാൻ തുടങ്ങിയ കുറേ സംഭവമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അടുത്ത കാലത്തെ കണക്കെടുക്കിൽ ട്രിവാൻഡ്രം പട്ടണത്തിൽ 24 സാത്താൻ വർഷിപ്പുണ്ടെന്നാ ഗോത്രം പോയെന്ന് തോന്നുന്നു പറഞ്ഞു. ട്രിവാൻഡ്രം പട്ടണത്തിൽ 24 ഇടങ്ങളിൽ സൈത്താൻ വർഷിപ്പ് കൊടികുത്തി വാഴുന്നു. കോടികൾ പണമുള്ളവർ, ആമേൻ, ആരോഗ്യ ദൃഢഗാത്രരായവർ. ഒറ്റ വാക്കിൽ ഞെട്ടിപ്പിച്ചത്, ദൈവമക്കളെന്ന് പറയുന്നവരുടെ തലമുറ പോലും അതിനകത്തുണ്ട്. സ്തോത്രം വരുന്നില്ല, വരത്തില്ലെന്ന് എനിക്കറിയാം. ഇന്ന് രാത്രി നീ അടങ്ങിയിരിക്കുക, വായും പൂട്ടി സ്തോത്രം പറയാതെ, ആരാധിക്കാതെ 8-10 ഒറ്റവറിൽ കൊണ്ട് കയ്യും തല്ലി പുരയ്ക്കകത്തിരിക്കുന്ന ഇടപാട് നിർത്തിയേച്ച് ആത്മാവിൽ താഴേക്ക് ഇറങ്ങാനായി പറഞ്ഞത്. അടങ്ങിയിരിക്കാതെ മുട്ടുമടക്കി ദൈവത്തോട് ആരാധിക്ക്, തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ജയിക്ക്. ഈ പട്ടണം എനിക്ക് വേണമെന്ന് പറയാൻ എത്ര പേര് ഇതിനകത്തുണ്ട്? പ്രാർത്ഥിക്കാൻ ആവേശമുള്ള എത്ര പേര് ഇതിനകത്തുണ്ട്? നശിച്ചു പോകുന്ന ഒരു വട്ടം തലമുറകൾ ഇരുട്ട് പിടിച്ചു വെച്ചവന്റെ ആയുധ ശേഖരത്തിനകത്ത് ആയുധപാണികളായ തലമുറകൾ ദൈവസഭയുടെ തലമുറയാകാൻ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ പിതാക്കന്മാരെ, മാതാക്കളെ, മിണ്ടാതിരിക്കരുത്. ഇന്ന് രാത്രി മതമറന്ന് ദൈവത്തെ ആരാധിച്ചോണം. നീ ആരാധിച്ചാൽ, നീ വെളിച്ചത്തിലേക്ക് ഇറങ്ങിയാൽ ഇരുട്ടിന്റെ ശക്തികൾ ദേശം വിട്ടോടിപ്പോകും. ഒരുമിച്ച് രാമയം പറഞ്ഞേ. കൃത്യതയോടെ സാത്താൻ വർഷിപ്പിന്റെ ഇടം കണ്ടുപിടിച്ചാൽ പിറ്റേ ദിവസം ഒരു സ്ഥലം മാറ്റും. ജനിച്ചു വീണ കുഞ്ഞിനെ 666 കഷ്ണങ്ങളാക്കിയാണ് ആദ്യത്തെ യാഗം നടക്കുന്നത്. 666 കഷ്ണങ്ങൾ. പിടികിട്ടിയോ? 275 പേജുള്ള ബൈബിൾ അവർക്കുണ്ട്. ബുക്ക് ഓഫ് ആദം എന്ന് പറഞ്ഞൊരു പദം അവനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന ഒറ്റ പദം, ദൈവമക്കൾ ഇല്ലാതെയാകണം.
അവിടെ പ്രാർത്ഥനയുടെ വരി ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ പദം കൊടുത്തിരിക്കുന്നത് ദൈവദാസന്മാർ ഭ്രാന്തരായി മാറണമെന്ന്. എന്ന് പറഞ്ഞാൽ മുഴുവട്ട് പിടിച്ചവരെ പോലെ വഴിയെ നടക്കണം. ദൈവദാസന്മാരുടെ ഭാര്യമാർ സ്തോത്രം ചെയ്യുന്നു ആക്സിഡൻറ്റുകളിൽ മരിക്കണം. ദൈവദാസന്മാർ ആക്സിഡൻറ്റുകൾ മരിക്കണം. 3, അവൻ്റെ തലമുറകൾ വഴിപിഴച്ച് ദൈവിക ബന്ധത്തിൽ നിന്ന് പാപികളുടെ കൂടെ പാപം ചെയ്യത്തക്ക നിലയിൽ മ്ലേച്ഛതയിലേക്ക് പോകണം, വശീകരിച്ചവരെ കൊണ്ടുപോകുമെന്നുള്ള ആശയങ്ങളാണ് അവരുടെ ബുക്കിനകത്തെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയാം, നീ ഉണരേണ്ട നാഴിക വന്നിരിക്കുന്നു. സ്വോത്രം പറ. മിണ്ടാതിരിക്കരുത്. ഞാനിത് പറഞ്ഞിട്ട് വാക്യത്തിലോട്ട് കയറാം. എൻ്റെ സബ്ജക്റ്റ് അതിനോട് അനുബന്ധമായ വിഷയമാണ്, അതുകൊണ്ടാണ് ഞാനിത് തൊട്ടത്. അതുകൊണ്ട് എന്തിനായി ഉപസിക്കുന്നത്, എന്തിനായി പ്രാർത്ഥിക്കുന്നത്? പാസ്റ്റർക്ക് ഒരു പണിയില്ലാഞ്ഞിട്ട് കയറി ഇരുന്നതല്ല, അകത്ത് കിടക്കുന്ന ആത്മഭാരം ഉപസിക്കാൻ അനുവദിക്കുന്നതുകൊണ്ടാ. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞേ, നശിച്ചു പോകുന്നൊരു തലമുറ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കാം. ഈ പട്ടണത്തിനകത്ത്, ഈ ദൈവസഭയ്ക്കകത്ത് ആരാധിക്കാൻ ദൈവം കണ്ട പല തലമുറകളും പിശാചിന്റെ പിടിക്കകത്ത് അതിനകത്തുനിന്ന് വലിച്ചിറക്കാൻ ആരുണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ? അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയാം, വിശ്രമം കൂടാതെ വീട്ടിൽ കിടന്നുറങ്ങാതെ വണ്ടിയെടുത്തിട്ട് ട്രിവാൻഡ്രം പട്ടണം ചുറ്റണം. കിട്ടുന്നിടം മുഴുവൻ വണ്ടി ഒതുക്കി വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ആത്മാവിൽ പറയണം, ഇവിടെ നിന്റെ ഇടപാട് നടക്കത്തില്ല. ഈ പട്ടണം ഞങ്ങളുടെ പട്ടണമാണ്. ഇവിടെ പിശാച് നിനക്ക് നിൽക്കാൻ പറ്റില്ല. ഈ പട്ടണം ഞങ്ങളുടെ പട്ടണമാണ്. ഞങ്ങളുടെ തലമുറകളെ പിടിച്ചോണ്ട് പോകാൻ നിനക്ക് പറ്റത്തില്ലെന്ന് ആവേശത്തോടെ വെക്കട പിശാച് എന്ന് പറയാൻ ആവേശമുള്ള എത്ര പേരുണ്ട് ഇവിടെ? അങ്ങനെ ആവേശമുള്ളവർ മിണ്ടാതിരിക്കരുത്. അങ്ങനെ ആവേശമുള്ളവർ മിണ്ടാതിരിക്കരുത്. എന്റെ തലമുറയെ തൊടാൻ, എന്റെ രക്തബന്ധത്തെ തൊടാൻ, ഞാൻ കണ്ട തലമുറയെ തൊടാൻ പിശാച് നിനക്ക് അനുവാദമില്ലെന്ന്. അടകാദികക്ഷ സമനകതര പ്രബദലന്തര വൈഡവത്തര മകത്തലാദിഹാര. ആത്മനിറവ് പ്രാപിച്ചവർ മിണ്ടാതിരിക്കാതെ കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിച്ച്, ശബ്ദം ഉയർത്തി ആരാധിച്ച്. കത്തട്ടെ, മിണ്ടാതിരിക്കരുത്. ആത്മാവിൽ ആരാധിച്ചു. ഇന്ന് രാത്രി പറ, എന്റെ തലമുറയെ ഞാൻ നിനക്ക് വിട്ടുതരത്തില്ല. എന്റെ തലമുറയെ ഞാൻ നിനക്ക് വിട്ടുതരത്തില്ല. എന്റെ സഹോദരങ്ങളെ ഞാൻ നിനക്ക് വിട്ടുതരത്തില്ല. എന്റെ രക്തബന്ധങ്ങളെ ഞാൻ നിനക്ക് വിട്ടുതരത്തില്ല. കത്തട്ടെ, ശക്തിയോട് ആരാധിച്ചു. ഇത് നിന്റെ രാത്രിയാ, നിന്റെ രാത്രിയാ, നിന്റെ രാത്രിയാ. അവകാശം പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ, ആവേശം പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ, അഭിഷേകം പറഞ്ഞ് തിരിച്ചു പിടിക്കാൻ. തിരിച്ചറിഞ്ഞ് ആരാധിച്ചു. നിന്റെ തലമുറ തരത്തില്ലെന്ന് പറ, നിന്റെ തലമുറ തരത്തില്ലെന്ന് പറ. പിശാചേ, നിനക്ക് പന്താടാൻ, നിനക്ക് ആയുധമാക്കാൻ എന്റെ അവകാശം ഞാൻ തരികയില്ല. മാതാക്കന്മാരെ പിടിച്ചെടുത്ത് ആരാധിക്ക്, പിതാക്കന്മാരെ ശക്തിയോട് ആരാധിക്ക്, അഭിഷക്തന്മാരെ ശക്തിയോട് ആരാധിക്ക്. ഇന്ന് രാത്രി പറ, ഞാൻ എന്റെ തലമുറ തരത്തില്ല. അവർ ദൈവത്തിന്റെ അവകാശമാണ്. അടകബലകമനകധുരകടാദനേരി അന്തരാധകക്ഷ സമനാദര് പ്രവിടബലകടക ശമനകടയാദര. ഇന്ന് രാത്രി സഭയോടൊരു ദൈവാലോചന പറയുക. അങ്ങനെ നീ ദേശം ചുറ്റി പ്രാർത്ഥിച്ചാൽ 2025 ലോകത്തിന് വേണ്ടാത്ത ചിലത് ദൈവസഭയുടെ അംഗങ്ങളായി മാറും. വിശ്വസിക്കുന്നവരുണ്ട്, രാമേൻ പറഞ്ഞാൽ മതി. മനുഷ്യന് വേണ്ടാത്ത ചിലത്, രക്തബന്ധങ്ങൾക്ക് വേണ്ടാത്ത ചിലത്, പിശാചിന്റെ പൂണിയലെ ആയുധമായി മാറിയ ചിലത് ദൈവസഭയ്ക്കകത്തേക്ക് ഇരച്ചു കയറുന്ന കാലം വരാൻ പോകുക. സംഭവിക്കട്ടെ. സ്തോത്രം ചെയ്യുന്നു. ട്രിവാൻഡ്രം പട്ടണം നമ്മൾ കണ്ടതല്ലേ ഒരു മരണം.
രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട അന്യഭാഷ പറയുന്നവൻ ചൈനയിൽ പോയിട്ട് തിരിച്ചു വന്നത് സാത്താൻ വർഷിപ്പിന്റെ ലീഡറായിട്ടാണ്. മാസങ്ങളോളം അപ്പനും അമ്മയും മുറിക്കകത്ത് കയറിയിട്ടില്ല. വികൃത രൂപനായ ഒരുവൻ മരിച്ചു കിടക്കുന്ന കണ്ടു. അവൻ കൊലപാതകനായി മാറി. 23 വയസ്സുള്ളൊരു പെൺകുട്ടിയാ സ്വന്തം അമ്മയെ സാത്താൻ വർഷിപ്പിനകത്ത് പോയി ആരാധിച്ചിട്ട് വന്നിട്ട് അവളെ പ്രേരിപ്പിച്ച ഘടകം നൊന്ത് പ്രസവിച്ച മാതാവിൻ്റെ കഴുത്തറക്കാനായിരുന്നു. 2004 നടന്ന സംഭവമാണ്. തള്ളയുടെ കഴുത്തിങ്ങനെ അറത്തോണ്ടിരിക്കുമ്പോൾ അലറുന്ന ശബ്ദം കേട്ടവൾ അട്ടഹസിച്ച് ചിരിച്ചു. അല്പ വെള്ളം കുടിക്കാൻ വേണ്ടി ഇവൾ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മരിച്ചില്ലെന്ന് മനസ്സിലായി. ഞരക്കം കേട്ടപ്പോ നീ ചത്തില്ലേടി എന്ന് ചോദിച്ചിട്ട് കഴുത്തറത്ത് മാറ്റി. സ്തോത്രം പറയണം, മിണ്ടാതിരിക്കരുത്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എൻ്റെ ചർച്ചിൽ പറഞ്ഞിട്ടുണ്ട്, ആവേശത്തോടെ തലമുറ തിരിച്ചു പിടിച്ചോണം. 12-ലേറെ കുഞ്ഞുങ്ങൾ പ്രവാചകന്മാരായിട്ട് എൻ്റെ ചർച്ചിലുണ്ട്. 12-ലേറെ കുഞ്ഞുങ്ങൾ +1 8ാം ക്ലാസ് മുതൽ +1 വരെ +2 വരെ പഠിക്കുന്നവർ, ഡിഗ്രിക്ക് പഠിക്കുന്ന പലരും പ്രവാചകന്മാരാണ്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഏത് പട്ടണത്തിൽ നിങ്ങൾ ചെന്നാലും നിങ്ങളിലൂടെ പിശാചിൻ്റെ പിടിക്കകത്തുള്ള ഒരുവൻ രക്ഷിക്കപ്പെടണം. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. ഇത് പോരെന്ന് ശക്തിയോട് സ്തോത്രം പറ. അഭിഷേകം ഉണ്ടോ? നിന്റെ തലമുറ പുറത്തു വരട്ടെന്നായി പറഞ്ഞത്. സ്തോത്രം. കൊല്ലം പട്ടണത്തിൽ സാത്താൻ വർഷിപ്പിന് പോയി ആരാധിച്ച് മടങ്ങി വന്നവളോട് പിശാച് പറഞ്ഞ തള്ളയെന്നെന്തെങ്കിലും ഒന്നേക്കാൻ. 101 ദിവസം ഒരു മുറിക്കകത്ത് അവൾ ഇരുന്നു. അപ്പനെ അമ്മയും കൂടെ വിളിച്ച് ബോധം കെടുത്തി. എന്നിട്ട് പച്ച കൈ കൊണ്ട് ശരീരം മുഴുവൻ കീറി. പത്രം വരത്തില്ലെന്ന് എനിക്കറിയാം, അത് കേൾക്കുമ്പോൾ പേടിയുണ്ടാവും. കുഴപ്പമില്ല. പക്ഷെ ഇന്ന് രാത്രി നാം അവനെതിരെ തിരിച്ചടിക്കാൻ പോവുക. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം ഉറക്കെ പറഞ്ഞേ. രക്ഷിക്കപ്പെട്ടവന്റെ പെൺമക്കളെ വഴിപിഴപ്പിക്കാൻ സാത്താൻ അതിൻ്റെ ശക്തിയോടെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുക. ഒരുമിച്ച് ആമേൻ പറഞ്ഞാട്ടെ. ഈ അടുത്ത കാലത്ത് കണക്കെടുത്തപ്പോൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് ആത്മനിർഭർ പ്രാപിച്ചവൻ്റെ തലമുറയെ ആമൻ ദൈവകൃപയ്ക്കകത്തുനിന്ന് പിന്തിരിപ്പിച്ചു. പറയാം, ഏറ്റുമാനൂരിൽ നടന്ന സംഭവം. ഏറ്റുമാനൂരിനടുത്ത് കോതനല്ലൂരുടെ ഒരു ആരാധനയ്ക്കിടയിൽ ഏറ്റുമാനൂരിനടുത്തുള്ള സംഭവമാണ്. ഒരു ചർച്ചിൽ ആരാധിച്ചുകൊണ്ടിരിക്കുക. തലേ ദിവസം വരെ അവൾ തന്നെ കീബോർഡ് വായിച്ചു, അന്യഭാഷ പറഞ്ഞ് ആരാധിച്ചു. ജനം മുഴുവൻ ഇവിടെ പ്രകടനം കണ്ടിട്ട് കൈയടിച്ച് എഴുന്നേറ്റൊന്ന് തുള്ളി. 6ാമത്തെ ദിവസം കോതനല്ലൂർ അമ്പലത്തിൽ വെച്ച് അവിടെ കല്യാണം. ആറാം ദിവസം വരെ അന്യഭാഷ പറഞ്ഞവൾ 7ാം ദിവസം കല്യാണം കഴിഞ്ഞിട്ട് കൈയിടിക്കുന്ന ബൈബിൾ ചർച്ചിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് വലിച്ചോർ ഒറ്റയേറെറിഞ്ഞു. ഇടിവ് നിന്നോണം തലമുറയ്ക്ക് വേണ്ടി, കരഞ്ഞോണം തലമുറയ്ക്ക് വേണ്ടി. ഒരാമേൻ പറ. അനുസരണം കെട്ടൊരു കാലത്തിലേക്ക് ലോകം ഓടിക്കേറുമ്പോൾ വിട്ടുകൊടുക്കരുത് പിതാക്കന്മാരെ, വിട്ടുകൊടുക്കരുത് മാതാക്കന്മാരെ. ആത്മാവിൽ പറ, എൻ്റെ തലമുറ പെട്ടകം ചുമക്കുന്നവരാ. ആഗ്രഹമുള്ള ദൈവമക്കൾ ആമേൻ പറഞ്ഞാട്ടെ. എൻ്റെ തലമുറ ദേശത്തെ കാക്കുന്നവരാ, എൻ്റെ തലമുറ രാജ്യത്തെ കാക്കുന്നവരാ, ഏറ്റെടുക്കാൻ കഴിവുള്ളവർ. ആമേൻ പറഞ്ഞേ. എൻ്റെ തലമുറ മാതൃകയുള്ളവരാ. ആവേശത്തോടെ ആത്മാവിൽ പറയണം, എന്റെ തലമുറ പെട്ടകം ചുമക്കുന്നതാണ്, എന്റെ തലമുറ പിശാചിന്റേതല്ല. ശക്തിയോട് ആരാധിച്ച് കയറിക്കോ, ആരാധിച്ച് പ്രാപിച്ചോ. ദൈവത്തിന്റെ അഭിഷേകം ചലിക്കട്ടെ. കാത്തട്ടെ. അടുത്തൊരു ജനറേഷൻ വെളിപ്പെടാതിരിക്കാൻ വാദിക്കുന്ന പിശാചിന്റെ തന്ത്രം ഈ രാത്രി അഴിയട്ടെ. ചലിക്കട്ടെ. ആവേശത്തോടെ ആരാധിക്ക്. പിശാചവന്റെ കലിമൂട്ട് നിൽക്കുമ്പോൾ അഭിഷേകമുള്ളവൻ അതോറിറ്റിയിൽ പുറത്തു വാ.
അടകം ദുരകാരബലമതര് ശാതമാനകത്തൽകരാധന. ഇന്ന് രാത്രി മിണ്ടാതിരിക്കരുത് കുഞ്ഞേ, ഇത് നിന്റെ രാത്രിയാണ്. നിന്നെ തകർക്കാൻ നിൽക്കുന്നവനെ ആത്മാവിൽ വെട്ടി ഓടിക്കാൻ ഒരഭിഷേകം ഏറ്റെടുക്കാൻ. അടപകല മറകുടവതന് ശവാദവൻ കരന്തരാധികക്ഷസ്. ആവേശത്തോടെ തിരിച്ചു പിടിക്ക്, ആവേശത്തോടെ തിരിച്ചു പിടിക്ക്. നിന്റെ തലമുറ തൊടുന്നവനോട് വെക്കടാ അവനെ എന്ന് പറയാൻ ഒരധികാരം തിരിച്ചു പിടിക്ക്. നിന്റെ തലമുറയെ തൊട്ടവനോട് അഴിഞ്ഞു പോകാൻ പറയാൻ ഒരധികാരം തിരിച്ചു പിടിക്ക്. ചലിക്കട്ടെ 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 ചലിക്കട്ടെ. ഇന്ന് രാത്രി അത് സംഭവിക്കട്ടെ. നിന്റെ തലമുറയെ തൊട്ടവനോട്, നിന്റെ കുടുംബത്തെ തൊട്ടവനോട് ആത്മാവിൽ ആക്രോശിച്ച് തൊടാൻ പറ്റത്തില്ലെന്ന് പറയാൻ അധികാരമുള്ളവർ പുറത്തു വാ. തിരിച്ചു പിടിക്കണം, തിരിച്ചു പിടിക്കണം. ഞാൻ ഇന്ന് രാത്രി ചിന്തിക്കുന്നത് ആ തലത്ത് നിങ്ങൾ എത്തണമെന്നാ. ഒരാമേൻ പറ. നീ കൽപ്പിച്ചാൽ പിശാച് അറിയണം, നീ കൈയടിച്ചാൽ സാത്താൻ അത് അറിയണം, നീ അന്യഭാഷ പറഞ്ഞാൽ സാത്താൻ അത് അറിയണം. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരോട് പറയുക, ദുരാത്മാക്കൾക്ക് പേടി സ്വപ്നമായി എനിക്കാകണമെന്ന് പറയുന്ന എത്ര പേരുണ്ട് ഇവിടെ? പൈശാചിക മണ്ഡലങ്ങൾക്ക് എന്നെ പേടിയാകണമെന്ന് പറയുന്നവർ ചലിച്ചോ ശക്തിയോടെ. ഇത് നിന്റെ രാത്രിയാ, നിന്റെ രാത്രിയാ. ദുരാത്മാവിന് നിന്നെ കാണുന്നത് ഭയമാകട്ടെ, പിശാചിന് നിന്നെ കാണുന്നത് ഭയമാകട്ടെ, ഇരുട്ടിന് നിന്നെ കാണുന്നത് ഭയമാകട്ടെ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ദൈവാത്മാവേ, ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരാമേൻ പറ. ഈ മിണ്ടാതിരിക്കുന്നവരെ പിശാചിന് ഭയങ്കര ഇഷ്ടമാണ്. കൈയടിക്കാതെ അഭിഷേകം പ്രാചിലും കൈയടിക്കാതിരുന്നവരെ പിശാചിന് ഇഷ്ടമാണ്. കാരണം ഒരു ശല്യവും ഇല്ല, പുള്ളിക്കൊരു ശല്യവും ഇല്ല. പക്ഷെ നീ ആത്മാവിൽ ചലിച്ചാൽ അവന് പേടിയാ. അവനറിയാം നീ ചലിച്ച ചിലത് നടക്കുമെന്ന്. ഇന്ന് രാത്രി ഞാൻ ആവർത്തിക്കാം, അങ്ങനെ ആരാധിച്ച് പുറത്തു വരേണ്ട പലതിനെ ഒന്ന് ചിന്തിച്ചു നോക്കി. അഭിഷേകത്തോടെ കത്തി ജ്വലിച്ച പലതിനെ പിശാച് രോഗിയാക്കി മാറ്റി. സ്തോത്രം വരുന്നില്ല. ഉറക്ക ദൈവത്തെ സ്തുതിക്കാൻ. ആരാധിച്ച് പുറത്തു വരേണ്ട പലതിനെ അവൻ പിടിച്ചു കെട്ടി. ഇന്ന് രാത്രി ശിംശോൻ കുടഞ്ഞു കളഞ്ഞതുപോലെ ചില കയറുകളെ കത്തിക്കാൻ എത്ര പേരുണ്ട് ഇവിടെ? നിന്റെ ശരീരത്തെ പിടിച്ചു കെട്ടിയ ശിംശോന് കെട്ടിയ കയറുകളെ ആത്മാവിൽ കത്തിച്ചു കളയാൻ അഭിഷേകമുള്ളവർ പുറത്തു വാ. പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. വിട്ടുവരുന്ന ആരാധിച്ച് ഇന്ന് രാത്രി കേട്ടറിയട്ടെ. പിശാച് പിടിച്ചു വച്ചവനെ, ഒതുക്കി വച്ചവനെ, നീ പുറത്തു വരിക. നിനക്ക് നിയന്ത്രണം ദൈവത്തിന് വിട്ടുകൊടുക്ക്. നിന്റെ ഉള്ളിൽ എങ്ങനെ പ്രേരിപ്പിക്കുന്നു ഒരഭിഷേകം നിന്റെ മേൽ വീഴുകയാണ്. കോട്ടകളെ തകർക്കാൻ, ചങ്ങലകളെ പൊട്ടിക്കാൻ ഒരധികാരം വെളിപ്പെടട്ടെ. ചലിക്കേണ്ടത് 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 ചലിക്കട്ടെ. ഈ രാത്രി ചിലതിനെ തിരിച്ചു പിടിക്കാൻ, തിരിച്ചു പിടിക്കാൻ, തിരിച്ചു പിടിക്കാൻ അഭിഷേകം ചലിക്കട്ടെ.
ആത്മാവിൽ പറ, നിനക്കെന്നെ ഒതുക്കാൻ പറ്റത്തില്ല, നിനക്കെന്നെ ഒതുക്കാൻ പറ്റത്തില്ല, നിനക്കെന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ചലിക്കട്ടെ. ചലിച്ചാരാധിച്ചോ, ചലിച്ചാരാധിച്ചോ, ആത്മനിയോഗത്തോട് ആരാധിച്ചോ. നീ അടുത്ത് നിൽക്കുന്നവനെ നോക്കരുത്, അടുത്തിരിക്കുന്നവനെ നോക്കരുത്. ദൈവാത്മാവിന്റെ പ്രേരണയാൽ നിന്നെ തന്നെ മറന്ന് ആരാധിച്ചേ. ചലിച്ചോ, ചലിച്ചോ, ചലിച്ചോ. ദാ തൊടുന്നു. ദൈവം നിന്നെ തൊട്ടോണ്ടിരിക്കുക. അടുത്തിരിക്കുന്നവരെ നോക്കണ്ട. ഒരധികാരം ദൈവം കൈമാറുക. സംഭവിക്കട്ടെ അങ്ങനെ, സംഭവിക്കട്ടെ അങ്ങനെ, സംഭവിക്കട്ടെ അങ്ങനെ, സംഭവിക്കട്ടെ അങ്ങനെ, സംഭവിക്കട്ടെ അങ്ങനെ, സംഭവിക്കട്ടെ അങ്ങനെ. ഒരു അസാധാരണ തീയായി സംഭവിക്കട്ടെ. കോട്ടകളെ ഇടിക്കുന്ന അഭിഷേകം ഈ രാത്രി അത് ചലിക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നു, ചിലതിന്റെ വായ മൂർച്ചയുള്ള വാളായി ദൈവം ഇന്ന് രാത്രി മാറ്റുകയാണ്. ചിലതിന്റെ നാവിന് മൂർച്ചയുള്ള വാളായി ദൈവം മാറ്റുകയാണ്. ഈ രാത്രി പ്രാപിച്ചേ. ആത്മാവിൽ പറയ, നിന്റെ മേൽ അഭിഷേകം ചലിച്ചോണ്ടിരിക്കുക, നിന്റെ മേൽ അഭിഷേകം ചലിച്ചോണ്ടിരിക്കുക. ദുരാത്മാവ് ഭയപ്പെടുന്നു, ഇരുട്ട് ഭയപ്പെടുന്നു, പിശാച് ഭയപ്പെടുന്നു, അന്ധകാരം ഭയപ്പെടുന്നു. ഒരാത്മ പകർച്ച നടക്കട്ടെ. ഈ രാത്രി നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെയാണോ പ്രേരിപ്പിക്കുന്നത് ആ തലത്തിൽ നീ പുറത്തു വന്നോണം. പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ എഴുന്നേറ്റാൽ എനിക്കൊരു സങ്കടവും ഇല്ല. എഴുന്നേറ്റ് ആരാധിക്കാനാ പ്രേരണയെങ്കിൽ നിന്റെ ഹൃദയം അങ്ങനെ വിട്ടുകൊടുത്താക്കണം. ഈ രാത്രി ഒരു അതോറിറ്റി ദൈവം ചിലതിന്റെ മേൽ കൈമാറുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. പിശാചിന്റെ ശക്തിയെ ഭയപ്പെടാതെ അഭിഷേകത്തിൽ ചലിക്കാൻ പിടിച്ചെടുക്കത്, പിടിച്ചെടുക്കത്, പ്രാപിച്ചെടുക്കത്. നിന്റെ നാവ് വാളാകട്ടെ, നിന്റെ നാവ് തീയാകട്ടെ, നിന്റെ നാവ് വാളാകട്ടെ. ചലിക്കുന്നു, 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 ചലിക്കുന്നു. ഞാനത് കാണുക. നിന്റെ നാവിനകത്ത് തീ ഉറപ്പെടുക. നിന്നെ പിടിച്ചു കെട്ടിയ രോഗാത്മാവിനെ പൊട്ടിച്ച്, നിന്നെ പിടിച്ചു കെട്ടിയ മരണക്കെട്ട് പൊട്ടിച്ച് അഭിഷേകത്തിൽ വെളിയുക. ചലിക്കട്ടെ, ചലിക്കട്ടത്. ഞാൻ ആത്മാവിലത് കാണുകയാണ്. നിയന്ത്രിപ്പാൻ കഴിയാത്ത, പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരഗ്നി നാവായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുക. ചലിക്കട്ടെ, 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 ചലിക്കട്ടെ. നാവിന്റെ മേൽ തീ ഇറങ്ങട്ടെ. യെശയ്യാവിന്റെ നാവിനെ തീ കൊണ്ട് തൊട്ട ദൈവം ചിലതിന്റെ നാവിന്റെ മേൽ തീയായി ഇറങ്ങി വരിക. പിടിച്ചെടുത്ത് ആരാധിച്ചോ. ദാ തൊടുന്നു. നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിൽ ആക്രോശത്തോടെ ദുരാത്മാവിനെതിരെ പ്രതികരിക്കുന്നവർ പുറത്തു വാ. പ്രതികരിച്ചോ, പ്രതികരിച്ചോ, നീ പ്രതികരിച്ചോ. ഇന്നലെ വരെ പിശാച് ഒതുക്കിയത് മതി, ഇന്നലെ വരെ പിടിച്ചു കെട്ടിയത് മതി, ഇന്നലെ വരെ രോഗിയാക്കിയത് മതി, ഇന്നലെ വരെ ഒതുക്കിയത് മതി. പൂർവാധിക ശക്തിയോടെ അവനെതിരെ പ്രതികരിക്കാൻ അഭിഷേകമുള്ള നീ വെളി വരട്ടെ. ചലിക്കട്ടെ ദൈവാത്മാവേ. പിടിച്ചു വെക്കാൻ കഴിയാത്തൊരു അഭിഷേകം, ഒതുക്കി വെക്കാൻ കഴിയാത്തൊരു അഭിഷേകം, തടുത്തു വെക്കാൻ കഴിയാത്തൊരു അഭിഷേകം ഈ രാത്രി നിങ്ങളുടെ മേൽ വീഴട്ടെ. ചങ്ങലകളെ പൊട്ടിക്കുന്ന അഭിഷേകം, ബന്ധനങ്ങളെ അഴിക്കുന്ന അഭിഷേകം, പോരാട്ടങ്ങളെ അഴിക്കുന്ന അഭിഷേകം നിന്റെ മേൽ വീഴട്ടെ. പിടിച്ചു വെക്കാൻ കഴിയാത്ത
കയ്യടി പിശാചിന് പേടിയാ, നിന്റെ അന്യഭാഷ പിശാചിന് പേടിയാ, നിന്റെ ആരാധന പിശാചിന് പേടിയാ, നിന്റെ പ്രാർത്ഥന പിശാചിന് പേടിയാ, നിന്റെ ആരാധന പിശാചിന് പേടിയാ. സംഭവിച്ചു തുടങ്ങട്ടെ, സംഭവിച്ചു തുടങ്ങട്ടെ, സംഭവിച്ചു തുടങ്ങട്ടെ. ഇരുട്ട് നിൽക്കുന്നവനെ, ഇരുട്ടിൽ പിടിച്ചു വച്ചവനെ ആത്മാവിൽ തകർത്ത് കളയുന്ന ഒരു അധികാരം ഇതിനകത്ത് വെളിപ്പെടുന്നു. ചലിക്കട്ടെ ആത്മാവിൽ, ചലിക്കട്ടെ ആത്മാവിൽ, ചലിക്കട്ടെ ആത്മാവിൽ, ചലിക്കട്ടെ ആത്മാവിൽ. ഓ റബസിയാന്, നിന്നെ ദൈവത്തിന് വേണം. പട്ടണങ്ങളെ പിടിക്കാൻ ഒരു അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടുകയാണ്. ജനത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ, ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം നിന്നെ പുറത്തെടുക്കുന്നത് ഈ രാത്രി ഞാൻ ആത്മാവിൽ കാണുന്നു. പ്രാപിച്ചു തുടങ്ങട്ടെ. ഈ രാത്രി അത് ചലിച്ചോണ്ടിരിക്കുക. ആത്മാവിൽ തിരിച്ചു പിടിക്ക്, അഭിഷേകത്തെ തിരിച്ചു പിടിക്ക്, ദൈവകൃപയെ തിരിച്ചു പിടിക്ക്. അതാർക്കും തടയാൻ പറ്റുകയില്ല, അതാർക്കും മുടക്കാൻ പറ്റുകയില്ല, അതാർക്കും ഒതുക്കാൻ പറ്റുകയില്ല. നീ രോഗിയായിട്ട് മരിക്കേണ്ടവളല്ല, നീ രോഗിയായിട്ട് മരിക്കേണ്ടവനല്ല. പകരം ഈ രാത്രി അഭിഷേകത്തോടെ സംഭവിച്ചു തുടങ്ങട്ടെ, സംഭവിച്ചു തുടങ്ങട്ടെ. പിടിച്ചു കെട്ടാൻ കഴിയാത്തൊരു ആത്മപകർച്ച ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ പലരുടെ ഇരിപ്പ് കണ്ടിട്ട് അത് പ്രാപിക്കാൻ മനസ്സില്ലാത്തവരുടെ തോന്നുന്നു. ഈ രാത്രി നിങ്ങളെ തന്നെ മറക്കു കുഞ്ഞ്. അടുത്തിരിക്കുന്നവരെന്തും പറയട്ടെ, അടുത്തിരിക്കുന്നവരെന്തും പറയട്ടെ, അടുത്തിരിക്കുന്നവരെന്തും പറയട്ടെ. നിന്റെ മേൽ വീണ അഭിഷേകത്തോടെ ഈ രാത്രി നീ പുറത്തു വാ. ഒരു അസാധാരണ അഭിഷേകത്തോടെ, ഒരു അസാധാരണ അഭിഷേകത്തോടെ, ഒരു അസാധാരണ അഭിഷേകത്തോടെ പിടിച്ചു കെട്ടാൻ കഴിയാത്ത പിടിച്ചു കെട്ടാൻ കഴിയാത്ത ദൈവത്തിന്റെ തീയായി, പിടിച്ചു കെട്ടാൻ കഴിയാത്ത ദൈവത്തിന്റെ തീയായി ആ ജനത്തെ ദൈവം മാറ്റുകയാ. പകരട്ടെ, പകരട്ടത്, പകരട്ട ദൈവാത്മാവ്, പകരട്ട ദൈവാത്മാവ്, പകരട്ട ദൈവാത്മാവ്, പകരട്ട ദൈവാത്മാവ്, പകരട്ട ദൈവാത്മാവ്, പകരട്ട ദൈവാത്മാവ്. നിന്നെ പിടിച്ചു കെട്ടിയ മരണത്തിന്റെ ശക്തികളെ ആത്മാവിൽ പൊട്ടിച്ചു വെളിയുക. പ്രതികരിച്ചു, 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 പ്രതികരിച്ചു. അഭിഷേകത്തിൽ പ്രതികരിച്ചു, ആത്മാവിൽ നീ പ്രതികരിച്ചു. ആ കോട്ടകൾ ഇന്ന് രാത്രി ഇടിയുന്നു. ആത്മാവിൽ ചലിക്കട്ടെ, ചലിക്കുക, 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 ചലിക്കുക. റബാനി ചലിക്കുക. അതേ വിട്ടുകൊടുക്ക്, വിട്ടുകൊടുക്ക്. ഒരു വലിയ തീ നിന്റെ മേൽ വീഴുക. ചങ്ങലകളെ പൊട്ടിക്കുന്ന തീ, കോട്ടകളെ തകർക്കുന്ന തീ. Power in the name of Jesus. ചലിക്കട്ടെ, ചലിക്കട്ടെ, ചലിക്കട്ടെ. ഒതുക്കി വെക്കരുത്, പിടിച്ചു വെക്കരുത്, പിടിച്ചു വെക്കരുത്, പിടിച്ചു വെക്കരുത്. ആത്മസാന്നിധ്യം ചലിക്കുക, ആത്മസാന്നിധ്യം ചലിക്കുക, അഭിഷേകം ചലിക്കുക. കത്തട്ടെ, 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 കത്തട്ടത്, കത്തട്ടത്, കത്തട്ടത്. ശക്തിയോട് ആത്മനിയോഗത്തിൽ കത്തട്ടെ. ചങ്ങലകളെ പൊട്ടിക്കുന്ന, ബന്ധനങ്ങളെ അഴിക്കുന്ന ഒരു ആത്മപകർച്ച വെളിപ്പെടുക ഇപ്പോൾ. സകതരാഗമാധനാദി രബ്ധമനഗടക സത്തനദിയാര അടക തമനകൾ കരാധനാദി രബ്ധനരികന്തൽ കരാധക. ഈ രാത്രി മിണ്ടാതിരിക്കരുത്. ദൈവം ചിലതിനെ മൂർച്ചയുള്ള വാളാക്കി, ഇതിനകത്ത് ചിലതിനെ മൂർച്ചയുള്ള വാളാക്കി, ഇതിനകത്ത് ചിലതിനെ മൂർച്ചയുള്ള വാളാക്കി തമ്പുരാൻ പുറത്തെടുക്കുന്നത് ഞാൻ കാണുന്നു. പിശാചിന്റെ കോട്ടയ്ക്കെതിരെ തിരിച്ചടിക്കാൻ കഴിവുള്ള ഒരാത്മാവിന്റെ വാളായി ഈ രാത്രി ചലിക്കട്ടെ,
നിന്നെ ഒതുക്കി വച്ചവന്റെ കയ്യിൽ നിന്ന്, നിന്നെ പിടിച്ചു വച്ചവന്റെ കയ്യിൽ നിന്ന്, നിന്നെ തകർക്കാൻ നോക്കിയവന്റെ കയ്യിൽ നിന്ന് ആത്മാവി നീ പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. ആത്മാവി നീ പുറത്തു വാ. നിന്നെ ഒതുക്കാൻ നോക്കിയവന്റെ കയ്യിൽ നിന്ന്, നിന്നെ തകർക്കാൻ നോക്കിയവന്റെ കയ്യിൽ നിന്ന് ആത്മാവി നീ പുറത്തു വാ, ശക്തിയോടെ. തിരിച്ചു പിടിക്ക്, തിരിച്ചു പിടിക്ക്, തിരിച്ചു പിടിക്ക്. യെശയ്യാവിന്റെ നാവിനെ തീ കൊണ്ട് തൊട്ട ദൈവം ഇതിനകത്ത് ചിലരുടെ നാവിനെ തൊടുന്നത് ഞാൻ ആത്മാവിൽ കണ്ടോണ്ട് നിൽക്കുക. ഇതിനകത്ത് ആവേശത്തോടിരിക്കുന്ന ആത്മാവിലിരിക്കുന്ന ചിലതിന്റെ നാവിന്റെ മേൽ അസാധാരണ അഭിഷേകം ഒരു പ്രവചന നാവായി വെളിപ്പെട്ടു വരികയാ. ചലിക്കട്ടെ. ഈ രാത്രി നീ പ്രതികരിച്ചു, നീ പ്രതികരിച്ചോ, നീ പ്രതികരിച്ചോ, ആത്മാവിൽ പ്രതികരിച്ചോ, ഇരുട്ടിനെതിരെ ആത്മാവിൽ പ്രതികരിച്ചോ, അഭിഷേകത്തിൽ പ്രതികരിച്ചോ, അന്യഭാഷ പറഞ്ഞ് പ്രതികരിച്ചോ. ഇരുട്ട് കൊണ്ടുപോയ ചിലത് ആത്മാവിൽ തിരിച്ചു പിടിക്ക്. ഇനി നിന്നെ രോഗിയാക്കത്തില്ല, ഇനി നിന്നെ ബന്ധിക്കാൻ പറ്റത്തില്ല, ഇനി നിന്നെ കെട്ടാൻ പറ്റത്തില്ല, ഇനി നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. പകരം ഞാൻ പുറത്തു വരാം. ഇന്ന് രാത്രി ഒത്തിരി പേരുടെ ചങ്ങല ഇതിനകത്ത് അഴിയുന്നുണ്ട്. പിടിച്ചു വെച്ച കെട്ടുകൾ കർത്താവ് ഇന്ന് രാത്രി അഴിക്കുന്നുണ്ട്. നിന്റെ ശരീരത്തെ തകർക്കാൻ ബന്ധിച്ച ഇരുട്ടിനെ ദൈവം ഇന്ന് രാത്രി അഴിക്കുന്നുണ്ട്. ഇനി അവൾ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. ആവേശത്തോട് ആമേൻ പറ. ഇനി അവൻ നിന്നെ ഒതുക്കാൻ പറ്റത്തില്ല. നിന്നെ ഒതുക്കി വെച്ചവന്റെ കയ്യിൽ നിന്ന് ആത്മാവിച്ചതിനെ തിരിച്ചു പിടിക്കാൻ അഭിഷേകത്തോടെ പുറത്തു വാ. ഞാനിത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ചിലരുടെ അന്യഭാഷയുടെ വാക്ക് മാറുകയാ. പുതിയ ഭാഷാവരങ്ങളാൽ ദൈവം ചിലതിനെ നിറയ്ക്കുന്നത് ഞാൻ കാണുന്നു. പുതിയ ഭാഷാവരങ്ങളാൽ, പുതിയ വെളിപ്പാടുകളാൽ ആത്മാവ് ചിലതിനെ വേർതിരിക്കുന്നു. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രവചനത്തിന്റെ നാവായി ദൈവം നിന്റെ അതരത്തെ മാറ്റുക. വിട്ടുകൊടുക്കുന്നവർ പ്രാപിച്ചു തുടങ്ങിക്കേ, വിട്ടുകൊടുക്കുന്നവർ പ്രാപിച്ചു തുടങ്ങിക്കേ. നീ കണ്ടിട്ടില്ലാത്തൊരു അധികാരമാ ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നത്. നിനക്ക് ഒതുക്കാൻ കഴിയാത്ത അധികാരമാ, നിന്നെ തകർക്കാൻ പറ്റാത്ത അധികാരമാ. ഈ രാത്രി പിശാച് പിടിച്ചോണ്ട് പോയ ചിലത് തിരിച്ചു പിടിക്കാൻ ചങ്ങലകളെ പൊട്ടിക്കുന്ന ദൈവകൃപ ഈ രാത്രി അന്തരീക്ഷത്തെ മൂടുകയാണ്. ഇനി നീ പിശാചിനുള്ളതല്ല, ഇനി നീ പിശാചിനുള്ളതല്ല, നിന്റെ ശരീരം പിശാചിനുള്ളതല്ല, നിന്റെ നാവ് പിശാചിനുള്ളതല്ല. ഈ രാത്രി പറ, അവന്റെ കോട്ടയ്ക്കെതിരെ മൂർച്ചയുള്ള ആയുധമായി രാത്രി തയ്യാറുള്ള എത്ര പേരുണ്ട്? എത്ര പേർക്ക് തയ്യാറുണ്ടെന്ന് രാത്രി? ഞാനിതിനകത്ത് കുറെ പേരെ ആത്മാവിൽ കാണുന്നു. പിശാചിന് ഭയമുണ്ടാകത്തക്ക നിലയിൽ നിന്റെ നാവ് ഒരു അധികാരമായി മാറാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന ചുമ്മാ വെച്ചതല്ല, ഊഹാപോഹത്തിന്റെ പുറത്തുരുത്തിരിഞ്ഞതല്ല. ഉപവാസ പ്രാർത്ഥന ഒരു ഉണർവിന്റെ കാറ്റ് ഇതിനകത്ത് വെളിപ്പെടുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഇത് ഇവിടം കൊണ്ട് നിൽക്കത്തില്ല കേട്ടോ, ഇവിടം കൊണ്ട് നിൽക്കത്തില്ല. ഇത് നിന്റെ വീട്ടിൽ ചലിക്കാൻ പോകുക, ഇത് നിന്റെ വീട്ടിൽ ചലിക്കാൻ പോകുക. നിനക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു പ്രാർത്ഥനാതലം നിന്റെ വീട്ടിൽ വെളിപ്പെടാൻ പോകുക. ജീസസ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഞാനിന്ന് രാത്രി ആഗ്രഹിക്കുന്ന ആ ഒരു ലെവലാ. നമ്മിലൊരു അധികാരമുണ്ട്, അത് പുറത്തു വരണം, അത് പുറത്തു വരണം. പിശാച് പലതിനെ രോഗിയാക്കി വെച്ചിട്ട് പറഞ്ഞു,
ഇതിൽ കൂടുതൽ നീ ആരാധിക്കരുത്, ഇതിനപ്പുറം നീ കൈയടിക്കരുത്, ഇതിനപ്പുറം നീ സ്വോത്രം പറയരുത്. ഈ വാ തുറന്നാൽ പിശാചിന് പേടിയാണെന്നറിയാം. ഒരാമൻ പറഞ്ഞേ, നീ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നിന്നെ ചാടിക്കേറി അറ്റാക്ക് ചെയ്തവനെ ആത്മാവിൽ പൊട്ടിച്ചതിനകത്തു നിറങ്ങണം. ഏറ്റെടുക്കാൻ കഴിവുള്ള എത്ര പേരുണ്ട്? നീ പോരാടുന്നതിന് മുമ്പ് നിന്നോട് പോരാടിയവനെ ആത്മാവിൽ നീ ജയിക്കണം. പാമ്പുകളെ, തേളുകളെ, ശത്രുവിൻ്റെ ഉറക്കപ്പറ സകല ബലത്തെ ചവിട്ടാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. നമ്മുടെ വാക്കിലാച്ച അധികാരമുള്ളത്, ശരിയല്ലേ? ഞാൻ 2 കണ്ണിനും കാഴ്ചയില്ലാതെ പ്രസംഗിച്ചു തുടങ്ങിയ ആളാണ്. അന്ധനായിരിക്കുമ്പോൾ തന്നെ 8 കൊല്ലം ദൈവമഹത്വം ഞാൻ ഡയറക്റ്റ് കണ്ടു. ഇറങ്ങി വന്ന് കൈക്ക് പിടിക്കുന്ന ദൈവത്തെ, അപകടങ്ങളെ മാറ്റിവിട്ട ദൈവത്തെ, അത്ഭുതങ്ങൾ ചവിട്ടിക്കയറുന്നെന്ന് പ്രസംഗിക്കാൻ എന്നെ ഞാനാക്കി മാറ്റി. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞേ. അന്ന് ദൈവം എന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്, സാത്താന്റെ പേടി സ്വപ്നമായി ദൈവം നിന്നെ അഭിഷേകം ചെയ്യുകയാണ്. ഒരു ആമേൻ പറ. ആ ആവേശത്തോട് ഇന്ന് രാത്രി ഈ പാളയം PMG ചർച്ചിലുള്ള ദൈവമക്കളോട്, ആത്മാവിൽ ഈ ഓൺലൈനിൽ കാണുന്നവരോടും ആത്മാവിൽ ഞാനൊരു കാര്യം പറയാ. ദൈവം നിന്നെ ഇറക്കിയത് 2 കൈയടിച്ച് സ്വോത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല, ദുരാത്മാവിന്റെ കോട്ടയ്ക്കെതിരെ ഒരു വജ്രായുധമായി മാറാൻ. എന്നും നീ പോരാട്ടം പറഞ്ഞുകൊണ്ടിരിക്കരുത്, എന്നും നീ ബന്ധനം പറഞ്ഞുകൊണ്ടിരിക്കരുത്, എന്നും നീ കെട്ടു പറഞ്ഞുകൊണ്ടിരിക്കരുത്. അവനെ വലിച്ചു പൊട്ടിക്കേണ്ട അഭിഷേകം ദൈവം നിന്റെ അകത്ത് തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മിണ്ടാതിരിക്കരുത് കേട്ടോ. ഇത് നിങ്ങളുടെ രാത്രി കൂടിയാ. ഒരു അഭിഷേകം എന്റെ തലേ വീഴണമെന്ന് ആഗ്രഹത്തോടും ആവേശത്തോടും ഇരിക്കുന്ന നിങ്ങളുടെ മേൽ ആ പുതപ്പിന്ന് രാത്രി വീഴും. കോട്ടകളെ തകർക്കുന്ന പുതപ്പ് അഭിഷേകമുള്ള ഏലിയാവിന്റെ മുൻപിൽ യോർദാൻ ഒന്നുമല്ല. ഈ രാത്രി പറ, എന്നെ തകർക്കാതിരിക്കുന്നവനെ, എന്റെ പുതപ്പിന്റെ മുൻപിൽ, എന്റെ മേൽ വീണ അഭിഷേകത്തിന്റെ മുൻപിൽ നീ എനിക്കൊന്നുമല്ല. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞു. ഇത് പോരാ, ശക്തിയോടെ പറ. പ്രാർത്ഥിക്കുന്നവന്റെ വാക്കിന് അധികാരമുണ്ടോ? ഉണ്ടെന്നുള്ളൊരു തെളിവ് ഞാൻ തരാം. സ്മിത്ത് വിഗിൽസ്വർത്ത് എന്നറിയപ്പെടുന്ന ഭക്തനായ മനുഷ്യൻ, ശക്തിയോട് ഉപയോഗിക്കുന്ന, ബ്രിട്ടന്റെ ഉണർവിന് വേണ്ടി ഉപയോഗിച്ച് അനുഗ്രഹീതനായ അഭിഷക്തൻ ഒരു ഹോസ്പിറ്റൽ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു. താൻ ചെന്നപ്പോൾ അനുമതി കിട്ടിയില്ല കയറാൻ. സമയം കഴിഞ്ഞു പോയതുകൊണ്ട് ഡോക്ടേഴ്സ് അദ്ദേഹത്തെ പിടിച്ച് പുറത്തിറക്കി. പോക്കോളാൻ പറഞ്ഞു. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ആത്മശക്തിയോടെ ചെന്ന ദൈവദാസൻ ആ പുറത്തോട്ട് മാറി നിന്നൊരു കൽപ്പന കൊടുത്തു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നാളെ ഒരു ടൈമുണ്ടെങ്കിൽ നാളെ പ്രഭാതം ഉദിക്കുന്നതിന് മുമ്പ് ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സകല രോഗി സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ആ പുസ്തകം വായിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കാര്യം എന്നറിയാവോ? ICUവിൽ കിടക്കുന്നവൻ വരെ സൗഖ്യമായി. സ്വോത്രം പറ. അച്ഛാ, നീ പറയുന്ന വാക്ക് ഈ പാളയം ജംഗ്ഷനിൽ നിൽക്കുകയല്ല, നീ പറയുന്ന വാക്ക് തമ്പാനൂര് കൊണ്ട് ഒതുങ്ങുകയല്ലെന്ന്. സ്വോത്രം പറ. നീ പറയുന്ന വാക്ക് വെഞ്ഞാറുമൂട് കൊണ്ട് ഒതുങ്ങുകയല്ല, നീ പറയുന്ന വാക്ക് കാട്ടാക്കട കൊണ്ട് ഒതുങ്ങുകയല്ല, നീ പറയുന്ന വാക്ക് നെയ്യാറ്റിൻകര കൊണ്ട് ഒതുങ്ങുകയല്ല, ബൗണ്ടറി പൊളിച്ചു പോകയാ. സ്തോത്രം പറഞ്ഞേ. 6 നില ബിൽഡിങ്ങിനകത്തോട്ട് ആത്മസാന്നിധ്യം ഇറങ്ങിച്ചെന്നു. ആമേ, സ്തോത്രം പറ. ഇതൂരെ ഏക്കർ കണക്കിന് പണി കഴിപ്പിച്ച സകല റൂമിനകത്തേക്കും ആരാധിക്കുന്നവന്റെ വാക്കിറങ്ങിച്ചെന്നു. ഓക്സിജൻ എടുത്തു മാറ്റി ICUവിൽ കിടന്നവൻ ചാടി എഴുന്നേറ്റ് വീട്ടിൽ പോയി. ഈ രാത്രി ഞാൻ പറയട്ടെ, സ്മിത്ത് വിഗിൽസ്വർത്തിനെ അഭിഷേകം ചെയ്ത് ദൈവത്തെ അല്ലേ നീ ആരാധിക്കുന്നത്?
സ്വോത്രം. മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്, മിണ്ടാതിരിക്കരുത്. അഭിഷക്തനെ അഭിഷേകം ചെയ്ത ദൈവത്തെ അല്ലേ നീ ആരാധിക്കുന്നത്? ഈ രാത്രി പറ, ഞാൻ റെഡിയാ. വിട്ടുകൊടുത്ത് ആരാധിച്ചോ, മിണ്ടാതിരിക്കരുത്. ഈ രാത്രി അങ്ങനെ ഒരു അധികാരം വീഴട്ടെ, അങ്ങനെ ഒരു അധികാരം വീഴട്ടെ, അങ്ങനെ ഒരു അധികാരം വീഴട്ടെ. Praise God. ചിന്താഗതിക്ക് മാറ്റം വരണം. ശുശ്രൂഷയ്ക്ക് മാർക്കിട്ട് സ്തോത്രം പറഞ്ഞ് വീട്ടിൽ പോകാനല്ല നിന്നെ ഇങ്ങോട്ട് വിട്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ കൊള്ളായിരുന്നു, ഇന്നത്ര പോരാ, വചനം ഇല്ല. ഇന്നലകളിൽ നല്ലതായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സ്തോത്രം പറഞ്ഞ് പൊടിയും തട്ടി പോവുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്നത് നീ പ്രാർത്ഥിക്കേണ്ടത് ദുരാത്മാക്കൾ നിന്റെ മുമ്പിൽ കീഴടങ്ങണമെന്നാണ്. സ്തോത്രം. എനിക്കൊരു മടിയില്ല. 29 വർഷം പിന്നിട്ട് യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 30ലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുക. അതുകൊണ്ട് പ്രസംഗത്തിനൊരു പഞ്ഞോ എനിക്കില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലൊരു അധികാരം വെളിപ്പെടണമെന്ന്. ഒരു ആമേൻ പറഞ്ഞാട്ടെ. രാജകീയ അധികാരം നിങ്ങളുടെ മേൽ വീഴണം. ഒരു രാജകീയ അധികാരം നിങ്ങളുടെ മേൽ വീഴണം. രാജകീയ അധികാരത്തിന്റെ പ്രത്യേകത എന്താ? തിരുവായിക്ക് എതിർവായില്ല. രാജാവ് കൽപ്പിച്ചാൽ അങ്ങനെ തന്നെ. ഡിസംബർ മാസം 23-ാം തീയതി ഞാൻ ഖത്തറിൽ മീറ്റിങ്ങിന് വേണ്ടി ഇറങ്ങി. ഞാൻ ചെന്ന് 2 ദിവസം ഭയങ്കര തണുപ്പായിരുന്നു. 10 ദിവസം ഒറ്റ ചർച്ചിൽ തന്നെ പ്രസംഗിക്കണം. ചർച്ച് ബോർഡിൻ്റെ 50 വർഷം പഴക്കമുള്ള സഭയാണ്. പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ ചെല്ലുക. എനിക്ക് തണുപ്പൊട്ടും പറ്റത്തില്ല. ചെന്നിറങ്ങി 2 ദിവസം ഭയങ്കര തണുപ്പാണ്. കാറ്റടിച്ചിട്ട് എടുത്ത് മറിക്കുന്നതിന് തുല്യമാണ്. എന്നെ കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതൊരു പബ്ലിക് ഇടത്താണ്. നല്ല മീൻ ഫ്രൈ ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് കഴിക്കാൻ ചെന്നത്. എൻ്റെ കൂടെയുള്ള തിരുവല്ലാക്കാരൻ്റെ അച്ഛനാ. പുള്ളി നോക്കി നിൽക്കുമ്പോൾ 2 കൈ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, ജനുവരി 2-ാം തീയതി ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറും തിരിച്ച് നാട്ടിലേക്ക്. മീറ്റിംഗ് തീർന്നാൽ പിന്നെ വേറൊരു ഒറ്റ ദിവസം നിൽക്കത്തില്ല. സ്പോട്ടിൽ സ്ഥലം വിടണം. അതാണ് എൻ്റെ തീരുമാനം. ഞാൻ ദൈവത്തോട് പറഞ്ഞു, 2-ാം തീയതി വരെ തണുപ്പുണ്ടാകരുത്. ഒരാമേൻ പറ. ഖത്തറിൽ ആരെങ്കിലും ഉണ്ട്? നിങ്ങൾ വിളിച്ചു ചോദിച്ചോ. 2-ാം തീയതി വരെ തണുപ്പുണ്ടായിരുന്നില്ല. ഞാൻ ഫ്ലൈറ്റ് കയറി അന്ന് രാത്രിയിൽ -14 തണുപ്പ് കയറി. ഒരു സ്വോത്രം പറ. ഞാൻ പ്രാർത്ഥിക്കുന്നവൻ പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവനാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ഒരു സാധാരണ ദൈവത്തെ അല്ല ഞാൻ ആരാധിക്കുന്നത്. ഏറ്റെടുക്കാൻ പറ്റുന്നവർ ആമേൻ പറ. നീ വന്നതുപോലെ ഇറങ്ങരുത്, വന്നതുപോലെ ഇറങ്ങരുത്, വന്നതുപോലെ ഇറങ്ങരുത്. ഇതിനകത്ത് വിടുതൽ ഉണ്ടാകണം. സ്തോത്രം പറ. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവൻ ഇതിനകത്തുനിന്ന് യേശുവിനെ കൊണ്ടേ പോകാവൂ. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മരണം കാത്തു കിടക്കുന്നവൻ സൗഖ്യമായേ പോകാവൂ. എത്ര പേർക്ക് ആഗ്രഹമുണ്ടത്? ഒരു ആമേൻ പറഞ്ഞേ. പാളയം ചർച്ചിന്റെ ഇംഗ്ലീഷ് വർഷിപ്പാണ് ഇതിനകത്തുള്ളതെങ്കിൽ ആരാധനയ്ക്കകത്ത് വിടുതൽ നടക്കണം. നടക്കണം, ഉറപ്പായിട്ട് നടക്കണം. പാടിക്കൊണ്ടിരിക്കുമ്പോൾ വിടുതൽ നടക്കണം. സ്തോത്രം ചെയ്യുക. അനുഭവം കുറേ ഉണ്ട്, ഇഷ്ടം പോലെ പറയാനുണ്ട്. പ്രായമുള്ള അപ്പച്ചന്മാർ ദൈവം ചെയ്ത് 100 കണക്കിന് അത്ഭുതങ്ങളുടെ പരമ്പര. എനിക്ക് പ്രായമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ശുശ്രൂഷ സീനിയോറിറ്റി ഉള്ളവരെ പിടിച്ചിരുത്തി സകല ചരിത്രവും പറയാതെ ഞാൻ വിടുകയില്ല. അതെൻ്റെ ആത്മീയ ശുശ്രൂഷയ്ക്ക് പ്രചോദനമാണ്. ഒരുമിച്ച് ദൈവത്തിന് ആമേൻ പറഞ്ഞേ. എങ്ങനെ നിലനിൽക്കണമെന്ന് പഠിപ്പിച്ചത് പിതാക്കന്മാരുടെ ഉപദേശങ്ങളാണ്. ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം പറയാവോ? അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അത്ഭുതങ്ങൾക്ക് ഇന്നും കുറവില്ല. എത്ര പേർക്ക് കാര്യം പിടികിട്ടി? കൊട്ടാരക്കരയ്ക്കടുത്തൊരു പൊടിയച്ചൻ ഉപദേശി ഉണ്ടായിരുന്നു. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. പൊടിയച്ചൻ ഉപദേശി ഈ 2 കണ്ണിൻ്റെ കൃഷ്ണമണി മുകളിലോട്ട് പോകും. വെള്ളം മാത്രമേ കാണത്തുള്ളൂ. പുള്ളി ദൂത് പറയുമ്പോൾ വെള്ളം മാത്രമേ ഉള്ളൂ. താൻ രോഗിയായി മരിച്ച് വീടിൻ്റെ തൊട്ടപ്പുറത്ത് കുഴിയെടുത്തിട്ടിരിക്കുക അടക്കാൻ. മക്കള് 3 എണ്ണം കൂടെ ചാടി അപ്പൻ്റെ ശരീരത്തിലോട് വീണിട്ട് പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ മരിച്ചിട്ടില്ല.
അവസാനത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ബോഡി എടുക്കാൻ തുടങ്ങുമ്പോൾ മക്കളുടെ 3 കൂടെ ചാടി, മക്കളെല്ലാം കൂടെ ചാടി അപ്പൻ്റെ ദേഹത്തോട്ട് വീണു, പ്രാർത്ഥിച്ചു, ആവിട്ട തലമുറ കരഞ്ഞു. മരിച്ച ഉപദേശി പെട്ടിക്കകത്തുനിന്ന് എഴുന്നേറ്റു. സ്വോത്രം പറ. ഇത് ഈ കേരളത്തിൽ നടന്ന ചരിത്രമായി പറഞ്ഞ്. അമേരിക്ക നടന്നതല്ലച്ചാ, ഇവിടെ നടന്നതാ. സ്വോത്രം ഉറക്കെ പറയാവോ? എടാ, ആ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റില്ലേ? ആ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ പറ്റില്ലേ? അവസാന ശുശ്രൂഷകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ശക്തിയോട് ഉപയോഗിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഈ ചർച്ചിലുള്ളവരോട് പറയാം, വന്നതുപോലെ മടങ്ങരുത്. എന്തെങ്കിലുമൊക്കെ പിടിച്ചെടുത്തോണ്ട് ഇതിനകത്തുനിന്ന് ഇറങ്ങാവൂ. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് ആമേൻ പറ. തന്നില്ലെങ്കിൽ നീ പിടിച്ചു മേടിക്കണം ദൈവത്തിന്റെ കയ്യിൽ നിന്ന്. എനിക്കിന്ന് രാത്രി അത് ആവശ്യമുണ്ട്. ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാ. എനിക്കത് പിടിച്ചു മേടിക്കണം. നമ്മുടെ തലമുറകൾ അന്യഭാഷ പറയുന്ന തലമുറയാണ്. ആരാധിക്കാൻ ഒപ്പം ഉണ്ടാകണം, പ്രാർത്ഥിക്കാൻ ഒപ്പം ഉണ്ടാകണം, ആത്മശക്തിയിൽ കയറി നിൽക്കണം. സ്തോത്രം പറ. നീ അങ്ങനെ നിന്ന് നോക്കിയാൽ നീ ചവിട്ടുന്നട മുഴുവൻ പിശാചിന് പേടിയായിരിക്കും. ഒരാമേൻ പറയാവോ? ഇന്ന് രാത്രി ഇരുട്ടത്ത് പിശാച് പ്രവർത്തിക്കുന്നെങ്കിൽ വെളിച്ചത്തിൽ ദൈവമക്കൾ ഇറങ്ങാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് പുസ്തകം പറഞ്ഞ, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ ദൈവം പ്രകാശമാക്കി മാറ്റും. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. കരിന്തിരി പുകയുന്ന വിളക്കുകൾ ഇന്ന് രാത്രി ഒന്ന് കാത്തട്ടെ. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തു. നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും, നീ എൻ്റെ ദീപത്തെ കത്തിക്കും. അവൻ അന്ധകാരങ്ങളെ ഇന്ന് രാത്രി ചിലതിന്റെ ദീപത്തെ ദൈവം കത്തിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയാവോ? ചിലതിന്റെ ദീപത്തെ കത്തിക്കാൻ പോകുക. ഏറ്റെടുക്കുന്നവർ ആമേൻ പറ. ഞാനത് വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്യും. കാരണം എന്നാ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 5-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ കാണുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. സ്തോത്രം പറ. ഞാൻ ഇന്ന് പ്രസ്താവിക്കാനിരുന്ന വാക്യം അതാണ്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ. ഒരാമേൻ പറ. എടാ, പിടിച്ചടക്കിയില്ലെന്ന് പറഞ്ഞാൽ വെളിച്ചത്തെ പിശാചിനെ പേടിയാന്ന് എൻ്റെ അർത്ഥം. വിശ്വസിക്കാൻ പറ്റുന്നവർ ആമേൻ പറഞ്ഞേ. ആകാശ വിരുമാറിൽ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ പ്രകാശം ഇരുട്ടിന്റെ ശക്തിയെ ഭൂമിയിൽ നിന്ന് മാറ്റുന്നെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം ഒരു വെളിച്ചമാക്കി മാറ്റാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. ഇരുളുമൂടിക്കിടക്കുന്ന ഭൂമിക്കകത്ത് കേടുവരാതെ പരിശുദ്ധാത്മാവ് സകലത്തെ മറച്ചു പിടിച്ചു. 5000 മില്യൺ ചൂട് വർദ്ധിച്ചപ്പോൾ ഒരു പ്രകമ്പനത്തോടുകൂടെ 3 തട്ടായി തെറിച്ച് അച്ചുതണ്ടി സ്ഥാപിതമായി എന്ന ശാസ്ത്രപഠനം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉറപ്പ് തരാം, സ്ഥാപിക്കപ്പെട്ടതിനകത്ത് ദൈവദൂതഗണങ്ങൾ ആരാധിക്കാൻ വേണ്ടി രംഗത്ത് വന്നവർ ആരാധന അഹങ്കാരമാക്കി മാറ്റി. സ്തോത്രം പറയാവോ? എന്തെങ്കിലുമൊക്കെ പാടാൻ കൃപയുണ്ട്, അഹങ്കരിക്കരുത്. ഒരാമേൻ പറഞ്ഞേ. ഒന്ന് പാടാനൊന്ന് ആരാധിക്കാൻ കൃപയുണ്ട്, നീ അഹങ്കരിക്കരുതെന്നായി പറഞ്ഞേ. അഹങ്കാരം ദൈവത്തിന് ഇഷ്ടമുള്ളതല്ല. അവൻ വെട്ടിയവനെ താഴേക്ക് കളഞ്ഞു. കരിവാളിപ്പെടുത്തവനെ ഇരുട്ടിൻ്റെ മറവിൽ ഇരുട്ടുടുത്തവനായി ഭൂമിയിൽ ഇരിക്കുമ്പോൾ ദൈവം ഉണ്ടാക്കിയതൊന്നും സാത്താന് കൊടുക്കാതിരിപ്പാൻ അവൻ വെള്ളം കൊണ്ട് മൂടിയിട്ടു. ഇതിൽ ഏറ്റവും വലിയ സംഭവം, ഇരുട്ടുകൊണ്ട് മൂടി പരിശുദ്ധാത്മാവ് പൊരുന്നിരുന്നു. ഒരാമേൻ പറഞ്ഞാട്ടെ. ദൈവം ഉണ്ടാക്കിയ അനുഭവം കണ്ടോ? ദൈവം ഉണ്ടാക്കിയതെല്ലാം വെള്ളം കൊണ്ട് മൂടി, ഇരുട്ടുകൊണ്ട് മറച്ച്, ആത്മാവ് കൊണ്ട് പൊതിഞ്ഞിരുത്തി. ഇന്ന് രാത്രി ദൂത് പറയാം, ഈ ഇരുട്ട് എത്ര ശക്തിയുള്ളതാണെങ്കിലും ആത്മാവ് പൊരുന്നിരിക്കുന്നിടത്തോളം കാലം ഇരുട്ടിന് തകർക്കാൻ പറ്റുകയില്ല.  . 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
വിശ്വസിക്കുന്നവർ മിണ്ടാതിരിക്കരുത്. നീ ജീവിച്ചിരിക്കുന്ന ആത്മാവ് പൊരുന്നിരുന്നുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് പലയാവർത്തി നിന്നെ കൊല്ലാൻ നിന്റെ വീടിനകത്ത് മരണദൂതൻ കയറി വന്നപ്പോ വിട്ടുകൊടുക്കാഞ്ഞത്, നീ അറിയാതെ നിന്നെ പ്രൊട്ടക്ട് ചെയ്തത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ്. എന്തിനാ നിന്നെ പ്രൊട്ടക്ട് ചെയ്തത്? നീ ഇന്നല്ലെങ്കിൽ നാളെ ദൈവപാദപീഠത്തിൽ വരണമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായതിനാൽ. നമ്മൾ പാടാറില്ലേ, അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ. തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ. തന്നു നിൻ കൃപദാനമെന്നും ജീവിച്ചിടുവാൻ. നിന്നാത്മ, ആ വരിയൊന്ന് ചേർന്ന് പാടിക്കേ. നിത്യം നടത്തേണമേ നിന്നാത്മ ശക്തിയാലേ നിത്യം നടത്തേണമേ. അന്നേ മരിച്ചു പോയെങ്കിൽ എൻ ദൈവമേ ഞാൻ ചെന്നേ വന്നാരകമതിൽ. കര ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരാമേൻ പറ. അവിടെ ഇരുന്നു, ഒരാമേൻ പറഞ്ഞാട്ടെ. അന്നേ മരിച്ചു പോയെങ്കിൽ. ശരിയല്ലേ? ശരിയല്ലേ? അന്ന് തട്ടിപ്പോയിരുന്നെങ്കിൽ. ആമേൻ. പോകാഞ്ഞതിന്റെ കാരണമേ നിന്റെ മിടുക്കുകൊണ്ടല്ല. 2025 സാത്താന്റെ പേടി സ്വപ്നമായി ദൈവത്തിന് നിന്നെ അഭിഷേകം ചെയ്യാനുള്ളതുകൊണ്ട് തമ്പുരാൻ ആത്മാവ് കൊണ്ട് നിന്നെ അറിയാതെ പ്രൊട്ടക്ട് ചെയ്തത്. പിടികിട്ടിയോ? സ്തോത്രം. അല്ല ചവിട്ടിയ ബ്രേക്ക് കൊണ്ടോ തിരിച്ച സ്റ്റിയറിങ്ങിന്റെ കവർ കൊണ്ടോ ഓടിച്ച വണ്ടിയുടെ എഞ്ചിന്റെ പവർ കൊണ്ടല്ല നീ ഇതിനകത്തിരിക്കുന്നത്. ദൈവത്തിന്റെ ദൂതൻ നിന്നെ പ്രൊട്ടക്ഷനാക്കി മാറിയത് കൊണ്ട്. പിടികിട്ടുന്നവർ ദൈവത്തിന് ആമേൻ പറ. നിന്റെ കഴിവ് കൊണ്ടല്ല ഇതിനകത്തിരിക്കുന്നത്, നിന്റെ ബലം കൊണ്ടല്ല ഇതിനകത്തിരിക്കുന്നത്. ദൈവം നിന്നെ മറച്ചു പിടിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഇരുട്ടുകൊണ്ട് മറച്ച്, ആമേൻ, വെള്ളം കൊണ്ട് മൂടി പരിശുദ്ധാത്മാവ് പൊരുന്നിരുത്തി. ഈ പൊരുന്നിരുന്നാലുള്ള ഗുണമെന്നാ? പൊരുന്നിരിക്കുക എന്ന് പറഞ്ഞാൽ കോഴിയെ അടവെച്ചവർക്കറിയാം. തിരുവല്ലക്കാർ ഇവിടെ ഉണ്ട്, അവർക്ക് നന്നായി അറിയാം. ട്രിവാൻഡ്രംകാർക്ക് നന്നായിട്ടറിയാം. സ്വോത്രം പറഞ്ഞേ. 10-18 ദിവസം ഈ സാധനത്തെ ഇങ്ങനെ വെക്കും. ഈ 20-21 ദിവസം ആകുമ്പോൾ ആമേൻ വെച്ച മുട്ടയ്ക്കകത്തുനിന്ന് ജീവനുള്ള എണ്ണം പുറത്തോട്ട് ചാടും. ഒരു സ്വോത്രം പറ. ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഒന്നീ നിന്റെ കയ്യടിയുടെ ശൈലി മാറണം. ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട് ഏതെങ്കിലും 2 അന്യഭാഷ കൂടുതൽ പ്രാപിക്കണം. ഈ അന്യഭാഷ, ഈ ആരാധന കൊണ്ട് നീ ചില വെളിപ്പാട് പ്രാപിക്കണം. നീ വന്നതിന്റെ ഗുണം വെളിപ്പെടണം. 40 ദിവസം ഉപവാസം നടക്കുമ്പോൾ ഞാനൊരു അച്ഛനോട് ചോദിച്ചു, എങ്ങനെ ഉണ്ട് അച്ഛാ? ഓ, ഒരു ഗുണമില്ല. ഇന്ന് രാത്രി നീ അത് പിടിച്ചെടുക്കണം. ഒരാമേൻ പറ. ഞാൻ പറഞ്ഞ നീ അഭിഷേകം പ്രാപിച്ചല്ലോ, നീ ചുമ്മാ കൈയടിച്ച പിശാചിന് പേടിയാ. മനുഷ്യൻ അവൻ്റെ നേരെ കൈ കൊട്ടും, അവൻ സ്വസ്ഥാനം വിട്ട് വിരണ്ടോടിപ്പോന്ന വിരണ്ടോടിപ്പോകും. ഒറ്റ വാക്കി പറഞ്ഞാൽ അഭിഷേകമുള്ളവൻ്റെ കയ്യടി വരെ പിശാചിന് പേടിയാ. തിരിച്ചറിഞ്ഞോണം. അഭിഷേകമുള്ളവൻ്റെ കയ്യടി വരെ പിശാചിന് പേടിയാ. വെളിച്ചം ഇരുളി പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ഞാനിതിങ്ങനെ ഇനി വാക്യം വായിപ്പിക്കുന്നില്ല, മുഴുവൻ ഞാൻ കാണാതെ പറഞ്ഞോളാം. എൻ്റെ കൂടെ നിങ്ങൾ നിന്നാ മതി. ഒരുമിച്ച് രാമൻ പറഞ്ഞേ. വെളിച്ചം ഇരുളി പ്രകാശിക്കുന്നു. അപ്പൊ വെളിച്ചം വെളിപ്പെട്ടത് അവിടെയാ, ഏതെൻ്റെ മണ്ണിൽ. സ്വത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വെളിച്ചം വെളിപ്പെട്ടപ്പോൾ ഇരുള് മാറി. പൊരുന്നിരുന്ന കാരണത്താൽ പുതിയതുളവായി വന്നു. ആത്മാവ് പൊരുന്നിരുന്ന പരിവർത്തനം ഉണ്ടാകും.
വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഒരു സ്വോത്രം ഉറക്കം പറ. ആൾക്കൂട്ടമില്ലാത്ത ഇതിനകത്ത് എന്തിനാ ഈ ബോസ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം ഇതിനകത്തിരിക്കുന്ന പൊരുന്നിരിപ്പ. സ്വോത്രം പറയാവോ? ഇതൊരു പൊരുന്നിരിപ്പാച്ച. താമസമില്ലാതെ ഇതിനകത്ത് ചിലത് വിരിഞ്ഞു വെളി വരാൻ പോകുക. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ആരാധിച്ചാൽ മതി. ഇതൊരു പൊരുന്നിരിപ്പ. ആത്മാവ് പൊരുന്നിരുന്നു. ഉണ്ടാകട്ടെ എന്ന പദം കൽപ്പിച്ചപ്പോൾ ഉളവായി വന്നു. 3 കാര്യം പറയാം. 1998 ശാസ്ത്രലോകം പറഞ്ഞത് ഈ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ ശബ്ദം, പ്രകമ്പനം അഥവാ ഭൂകമ്പം, അതൊരു താളമായിരുന്നെന്നാണ്. സ്തോത്രം ചെയ്യുക. ഏതോ ഒരു താളത്തിൽ ഉരുവാകപ്പെട്ടെന്നാണ് ശാസ്ത്രപഠനം. വീണ്ടും കാലഘട്ടം പിന്നിട്ടപ്പോൾ ശാസ്ത്രം വീണ്ടും കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അത് താളമല്ല, അത് ഭൂകമ്പമല്ല, അതൊരു വാക്കായിരുന്നു എന്ന്. എന്താ വാക്ക്? ഞാൻ പറയാം. ഈ പുസ്തകം തെറ്റത്തില്ല. ഉണ്ടാകട്ടെന്ന് പറഞ്ഞ ഉടയവന്റെ വാക്കാണ്. ശബ്ദം ഉയർത്തി കർത്താവിന് രാമൻ പറഞ്ഞേ. ഉണ്ടാകട്ടെന്ന് പറഞ്ഞ ഉടയവന്റെ വാക്ക് അതേപടി ഉണ്ടായി. അടുത്ത പദം കേട്ടോ. ഉണങ്ങിയ നിലം പൊങ്ങി വരട്ടെന്ന് പറഞ്ഞു. ആഴക്കടലിൽ മറഞ്ഞു കിടന്ന നിലം മുകളിലോട്ട് പൊങ്ങി വന്നു. രാമൻ പറഞ്ഞേ, ഇപ്പം നീ കാണുന്നത് വെള്ളം മാത്രമാണ്, ഇപ്പം നീ കാണുന്നത് ഇരുട്ട് മൂടിയത് മാത്രമാണ്. പക്ഷെ ഇന്ന് രാത്രി ഒന്നിലധികം പേരോട് പറയുക, നീ കാണാത്ത ചിലത് നിനക്ക് വേണ്ടി പൊങ്ങി വരാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ദൂതറ്റെടുത്തോണേ. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചിലത്, നിന്റെ ആയുസിൽ കണ്ടിട്ടില്ലാത്ത ചിലത് നിനക്ക് വേണ്ടി ഉയർന്നു വരാൻ പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കാൻ എത്ര പേരുണ്ട്? അടക റബല ജഗദര ശബദവടകല വന്ദരാദിയാര. നിനക്ക് വേണ്ടി നീ അനുഭവിക്കാൻ നിനക്ക് വേണ്ടി മാത്രം ചിലത് പൊങ്ങി വരാൻ പോകുകയാണ്. ആമേൻ. വിശ്വസിക്കുന്നവരുണ്ട് ആമേൻ പറഞ്ഞേ. ഉണങ്ങിയ നിലം പൊങ്ങി വന്നു. എനിക്കിഷ്ടപ്പെട്ടൊരു പദമുണ്ട്. ഭൂമിയിൽ പറവജാതികളും ഇഴജന്തുക്കളും കാമൻ മൃഗങ്ങളും ഉളവായി വരട്ടെന്ന് പറഞ്ഞ വാക്കിൻ്റെ മുമ്പിൽ ചാലതല്ലെങ്കിൽ ചാടി പുറത്തു വന്നു. ഈ ചില ആളുകളോട് ദൈവാലോചന പറയുക, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ഒരു വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ, ആമേൻ, വിടുതലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആദ്യം ചോദിക്കും, മോടെ കാര്യത്തിലാണോ, അച്ചായൻ്റെ കാര്യത്തിലാണോ, ചോദ്യ ഇനിയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണോ? ഏട്ടാ തമ്പുരാൻ അങ്ങോട്ട് വന്നിച്ച് കാളെ ഉണ്ടാകട്ടെ പോത്തുണ്ടാകട്ടെ എന്നൊന്നും ദൈവം പറഞ്ഞില്ല. പറഞ്ഞോ? ഉണ്ടാകട്ടെന്ന് പറഞ്ഞ ഒറ്റ വിഷയത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ മനോമുകുരത്തിൽ വിരിക്കപ്പെട്ട സകല മൃഗങ്ങളും ചാടിപ്പുറപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോട് വിടുതലുണ്ടെന്ന് ദൈവം പറഞ്ഞാൽ നീ പ്രാർത്ഥിക്കുന്ന സമസ്ത വിഷയത്തിൻ്റെ മീതെ ദൈവത്തിൻ്റെ വിടുതലുണ്ടെന്ന എൻ്റെ അർത്ഥം. ഏറ്റെടുക്കുന്നവരുണ്ട്, ആരാധിക്ക്. ഉടകബല ഘടക രമനവതലയാദരെ. സമസ്ത വിഷയത്തിലും വിടുതല. നിന്റെ സമസ്ത വിഷയത്തിലും വിടുതല. നിന്റെ സമസ്ത വിഷയത്തിലും വിടുതല. ഉണ്ടാകട്ടെന്ന് പറഞ്ഞൊരു പദം ഉളവാകപ്പെട്ടത് മനോമുകുരത്തിൽ കണ്ട സകലത്തും പുറത്തു വന്നു. ഓരോന്നിനെ എടുത്ത് പഠിക്കാനുണ്ട്. മൃഗാജാലങ്ങളിൽ ആട് യാഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടത്. സിംഹഗർജനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. എന്തിനാണ് ഈ മൃഗത്തെ ദൈവം ഉളവാക്കിയത്? പറയാം. വഴിതെറ്റിപ്പോയ ബിലയാമിന് വഴികാട്ടാൻ ഒരു കഴുതയെ തമ്പുരാൻ ഒരുക്കി നിർത്തി. ഒരാമയം പറഞ്ഞ് എന്തിനാ പറവജാതി ഉണ്ടാക്കിയത്? കെരിത്തിടിക്കുന്ന ഏലിയാവിന് ആഹാരം കൊടുക്കാൻ ദൈവം ഒരു കറുത്ത പക്ഷിയുടെ വായിക്കകത്ത് ആഹാരം കരുതിയെങ്കിൽ ഉണ്ടാക്കിയതിനെ കൊണ്ട് തന്നെ നിനക്ക് വേണ്ടി കരുതാൻ ദൈവത്തിന് കഴിവുണ്ട്. സ്തോത്രം. എന്തിനാ മത്സ്യത്തെ ഉളവാക്കിയത്? ഉത്തരം, കരം കൊടുക്കാൻ വകയില്ലാത്ത പത്രോസിന്റെ ചൂണ്ടയ്ക്കകത്ത് ചതുർദ്രഹ്മപ്പണം കൊടുക്കാൻ തമ്പുരാൻ കാലങ്ങൾക്ക് പിറകിൽ മത്സ്യത്തെ ഒഴിവാക്കി. എല്ലാത്തിനും പ്രത്യേകതയുണ്ട്. ഒരുമിച്ച് രാമൻ പറഞ്ഞാട്ടെ. ഇങ്ങനെ പഠിച്ച കുറേ സംഭവമുണ്ട്. എന്തിനാ മത്സ്യത്തെ ഒഴിവാക്കിയത്? ഉത്തരം, പ്രാർത്ഥിക്കുന്നൊരു യോനയെ ലക്ഷ്യം തെറ്റാതെ നിനവെ പട്ടണത്തിലെത്തിക്കാൻ.
ഒരാമേൻ പറയാവോ? യോനയ്ക്ക് വഴിതെറ്റിയാലും തിമിംഗലത്തിന് വഴിതെറ്റത്തില്ല. കാരണം സൃഷ്ടിച്ചവനാ പറഞ്ഞത് അവനെ വിഴുങ്ങാൻ. മനസ്സിലാകുന്നവർ ദൈവത്തിന് സ്വോത്രം പറഞ്ഞാട്ടെ. അത്ര ദൈവപ്രവർത്തിയാതുള്ളത്. തമ്പുരാൻ പറഞ്ഞു സകലത്തിന്റെ മേലും വാഴുക. വാഴാൻ കൽപ്പിച്ചവനെ വാഴിക്കത്തില്ലെന്ന് പറയുന്ന ശക്തി. ഈ ദൂത് പറയുമ്പോൾ ചില കുടുംബത്തിന്റെ കെട്ടഴിയുന്നുണ്ട്. ഒരാമേൻ പറ. നീ വെച്ച വീടിനകത്ത് നിന്നെ വാഴിക്കത്തില്ലെന്ന് പറയുന്ന, നീ വാങ്ങിച്ച മണ്ണിനകത്ത് നിന്നെ ഉറക്കത്തില്ലെന്ന് പറയുന്ന, നീ അതിനകത്ത് അധിക നാൾ പാർക്കത്തില്ലെന്ന് പറയുന്ന, വാഴിക്കത്തില്ലെന്ന് പറയുന്നവനെ ആത്മാവിൽ ചവിട്ടിക്കേറാൻ എത്ര പേരുണ്ട് ഇവിടെ? വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ്. നീ ഉണ്ടാക്കിയ നന്മ നിന്നെ കൊണ്ട് അനുഭവിപ്പിക്കത്തില്ല എന്ന് പറയുന്നവനെ ജയിക്കാൻ. ഇന്ന് രാത്രി ചിലതൊക്കെ തകർന്ന് വീഴുന്ന രാത്രിയാ. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ശ്രദ്ധിച്ചേ. ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ ഉളവാകപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ഒറ്റ വാക്കി പറഞ്ഞാൽ ഇരുളടഞ്ഞ സ്ഥലമേതാ, ഇരുട്ടുടുത്ത ഇടമേതാ. ഒരിക്കൽ ഹീരാം പറഞ്ഞൊരു പദമുണ്ട്. ആമേൻ, സ്വത്രം ചെയ്യുന്നു. കാനായി എന്ന് പറയുന്ന പട്ടണം കാബൂൾ ദേശമാണെന്ന്. കാബൂൾ ദേശത്തിൻ്റെ പ്രത്യേകത എന്താ? ഇരുളടഞ്ഞത്, ഫലമില്ലാത്തത്, ഒരു പ്രവൃത്തിയും നടക്കാത്തത്. ഒരാമേൻ പറഞ്ഞേ. ഇരുളടഞ്ഞതും ഫലമില്ലാത്തതും ഒരു പ്രവൃത്തിയും നടക്കാത്ത ഒരു പട്ടണത്തിന് നടുവിലേക്ക് നീതി സൂര്യനായി ഒരുവൻ പുറത്തു വന്നു. വായിച്ചോ യോഹന്നാന്റെ സുവിശേഷം. ആമേ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിച്ച് അതിന്റെ 11-ാമത്തെ വാക്യം കൂടെ. 3-ാം നാൾ ഗലീലയിലെ കാനായിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ മറിയ അവിടെ ഉണ്ടായിരുന്നു. ഒരാമൻ പറഞ്ഞേ. യേശുവിനെ ശിഷ്യന്മാരെ കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. 11-ാമത്തെ വാക്യം. യേശു അതിനെ അടയാളങ്ങളുടെ ആരംഭമായി മഹത്വം വെളിപ്പെടുത്തി. ഒരാമൻ പറയാവോ? 2 കാനായി വിശുദ്ധ ബൈബിളിലുണ്ട്. എന്നാൽ ഇരുളപ്പെടപ്പെട്ട സ്ഥലമേതാ? ഈ ഹീരാം പറഞ്ഞ കാബൂൾ ദേശമേതാ? ഉത്തരം ഗലീലയുടെ 20 പട്ടണങ്ങളാണ്. ഒരാമൻ പറഞ്ഞേ. ഗലീലയുടെ 20 പട്ടണങ്ങളെ നോക്കി ഹീരാം ഒരിക്കൽ പറഞ്ഞത്, ഇത് കാബൂൾ ദേശമാണ്, ഇരുളടയപ്പെട്ടതാണ്, ഇവിടെ ഒരു പ്രവൃത്തി നടക്കത്തില്ല, ഇത് ഇല്ലാതെയാകും, അത് ശൂന്യമാണെന്ന് പറഞ്ഞപ്പോൾ താമൻ നോക്കിക്കേ, കാലപ്പഴക്കം ചെന്നില്ല. അതിനു മുമ്പേ കാലത്തിന്റെ കതിരവനായി വെളിപ്പെട്ട കർത്താവായ യേശുക്രിസ്തു വെളിച്ചത്തിന്റെ ദൈവമായി ബേത്ലഹേമിന്റെ പച്ച വിരിച്ച മണ്ണിൽ കല്ലിടാവിൽ ജനിക്കപ്പെട്ടു. ഉത്തരം പറഞ്ഞേ. യേശു ജനിച്ചത് ഏതാണെന്ന് പുറംജാതിക്കാരനോട് ചോദിച്ചാൽ ഉത്തരം കാലിത്തൊഴുത്തിലാന്ന് പറയും. ഇല്ലേ? ഉത്തരം അതല്ലേ? യേശു എവിടാ ജനിച്ചേ? ഉത്തരം എല്ലാം പോയെന്ന് തോന്നുന്നു. എവിടാ ജനിച്ചേ? കേട്ടില്ല. യേശു എവിടാ ജനിച്ചേ? നസറേത്തിലാ ജനിച്ചേ. എവിടെ വെച്ചാ ജനിച്ചെന്നാ ചോദ്യം. ആ ഉത്തരം എനിക്ക് പിടികിട്ടി. ഒറ്റ വാക്യം പറഞ്ഞ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ അവനെ പശുത്തൊഴുത്തിൽ കിടത്തി. അപ്പൊ വഴിയമ്പലത്തിനും അവൻ പശുത്തൊഴുത്തിനും മുൻപ് യേശുവിൻ്റെ ജനനം. വേദശാസ്ത്രികളുടെ അഭിപ്രായം ഒരു മലയുടെ അടിവാരത്ത് കല്ലിടാവിൽ യേശു ജനിക്കപ്പെട്ടെന്ന്. ഒരാമേൻ പറ. കല്ലിടാവിൽ യേശു ജനിക്കപ്പെട്ടു. ലോകജനത മുഴുവൻ പറഞ്ഞത് അവൻ രാജാതി രാജാവാ. അതുകൊണ്ടല്ലേ വിദ്വാൻമാർ പറഞ്ഞത് രാജാവായി പിറന്നവൻ എവിടെ? ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ ജനിച്ചിട്ട് രാജാവായവരാ. പട്ടാഭിഷേകം ചെയ്ത് കിരീടധാരിയാക്കി അനന്തരാവകാശിയായി കസേരയിൽ കയറ്റിയിരുത്തുമ്പോൾ വിദ്വാൻമാർ പറയുന്ന പദം, അങ്ങനെ രാജാവായ ഒരുത്തൻ്റെ അടുത്ത് എന്നിട്ടാ വിദ്വാൻ പറയുന്നത് രാജാവായി പിറന്നവനെവിടെ? ഒരാമേൻ പറ. ഹേരോദാവേ, നീ ജനിച്ചിട്ട് രാജാവായവനാ, പക്ഷെ ഞാൻ പറയുന്നവൻ ജനിക്കുന്നതിന് മുമ്പേ രാജാവായിരുന്നു. കരം ഉയർത്തി കർത്താവിനെ രാമേൻ പറഞ്ഞാട്ടെ. ജനിക്കുന്നതിന് മുമ്പേ രാജാവ്. ഞാനിതൊന്നുകൂടെ വിസ്തരിക്കാം, എങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ കർത്താവിനെ കുറിച്ച് വിശുദ്ധ ബൈബിൾ എഴുതിയത് അവൻ സൂര്യനേക്കാൾ പ്രഭയുള്ളവൻ എന്നാണ്. ഇല്ലേ?
പാട്ടുകാരൻ പറഞ്ഞ പോലെ ആയിരം കൂടി സൂര്യൻ ഒരുമിച്ച് ഉദിച്ചാലും ആമേൻ ആമൻ മാറത്തില്ല ദൈവത്തിൻ്റെ പ്രഭ. സൂര്യനൊക്കെ തേജസ് കൊടുക്കപ്പെട്ടവനാണ് നമ്മുടെ തമ്പുരാൻ. ഒരാമയം പറഞ്ഞേ. ആ ദൈവത്തെക്കുറിച്ച് പറഞ്ഞവൻ ദഹിപ്പിക്കുന്ന ആമേൻ. നമ്മുടെ കർത്താവ് ആരാ? ദഹിപ്പിക്കുന്ന അഗ്നി. ഞാൻ പറയട്ടെ, അഗ്നിയായിട്ടാണ് ഈ പാളയത്തിൽ കർത്താവ് ഇറങ്ങി വരുന്നതെങ്കിൽ ഈ ബിൽഡിംഗ് ഉൾപ്പെടെ തകരും. ഒറ്റ ഒരുത്തൻ ദൈവത്തിന് മുമ്പ് നിൽക്കുകയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മോശയോട് പറഞ്ഞു, എന്നെ കണ്ടിട്ടുള്ളവരാരും ജീവിച്ചിരുന്നിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് പ്രഭയാ നമ്മുടെ കർത്താവ്. ഈ പ്രഭയുള്ള ദൈവത്തെ അടുത്ത് വിളിച്ചിട്ട്, ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയത്തില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. പെട്രോൾ മാക്സ് കണ്ടിട്ടുള്ള എത്ര പേരുണ്ട്? പെട്രോൾ മാക്സ് ഇപ്പോഴത്തെ ജനറേഷൻ അറിയത്തില്ല. കണ്ടിട്ടുണ്ടോ? ഇല്ല, വകയില്ല. കണ്ടവർക്കായി സ്തോത്രം ചെയ്യണം. പ്രായമുള്ളവർക്കറിയാം. കൂടുതലും ഈ കരോൾ സമയത്താണ് ഈ സാധനം രംഗത്ത് വരുന്നത്, ഇല്ലേ? പണ്ട് കാലത്തൊക്കെ ചർച്ചിലും ഇതായിരുന്നു. ആമേൻ. ഈ നല്ല മാൻഡിലൊക്കെ ഇങ്ങോട്ട് വെച്ച് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് കഴിയുമ്പോൾ 2 പിടിയൊക്കെ പിരിച്ച് അടിച്ച് കാറ്റ് കെട്ടുമ്പോൾ തന്നെ ഇതങ്ങ് ശോഭിക്കും. ഈ ശോഭിച്ച് നിൽക്കുന്ന ഈ വെളിച്ചമായിരിക്കുന്ന ഈ മാൻഡിൽ സൈഡിൽ ഗ്ലാസ് ഇല്ലാതെ കത്തിയാൽ അടുത്തിരിക്കാൻ പറ്റത്തില്ല. മാൻഡിൽ മാത്രം നിന്ന് കത്തിയാൽ ഒറ്റ ഒരുത്തരും അടുത്തിരിക്കത്തില്ല. പക്ഷേ അതിനടുത്തിരിക്കാൻ നമുക്ക് തന്ന ധൈര്യം ഈ വെളിച്ചത്തെ അരിച്ചിറക്കുന്ന ഗ്ലാസ് വട്ടം നിൽക്കുന്നതുകൊണ്ടാണ്. ശരിയാണോ? ഉറക്കെ പറഞ്ഞേ. ഞാനെന്നാൽ ഇങ്ങനൊന്ന് വ്യാഖ്യാനിക്കുക. തീയാകുന്ന പുത്രനെ അടുത്ത് വിളിച്ചിട്ട് മണ്ണുകൊണ്ട് ദൈവം കവർ ചെയ്തു. നേരിട്ട് തൊട്ടാൽ കത്തും എന്ന കാരണത്താൽ മണ്ണുകൊണ്ട് കവർ ചെയ്തിട്ട് മനുഷ്യൻ ജഡരക്തങ്ങളോട് കൂടിയവരാകയാൽ അവനും ജഡരക്തത്താൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. കരമുയർത്ത് ദൈവത്തിന് സ്തോത്രം പറ. യേശുവിൻ്റെ അകം മുഴുവൻ തീയ, അകത്ത് തീയ. സ്തോത്രം പറഞ്ഞ ഇങ്ങോട്ട്. അകത്ത് തീയ, പക്ഷെ മണ്ണുകൊണ്ട് പൊതിഞ്ഞുകൊണ്ടാ നമുക്ക് കൂടെ നടക്കാൻ പറ്റുന്നേ. പത്രോച്ച കൂടെ നടക്കുന്നത് മണ്ണുകൊണ്ട് മനയപ്പെട്ടുകൊണ്ട്. 12 ശിഷ്യന്മാരും ഈ യേശുക്രിസ്തുവിന്റെ യോഗത്തിന് കുറഞ്ഞത് 20,000 പേരാ. എത്ര പേരാ? ആരും മിണ്ടുന്നില്ല. എത്ര പേരുണ്ട്? 20,000 പേര്. ഞാൻ പറഞ്ഞിട്ട് ഈ 20,000 പേര് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കാം. ചെറിയ കണക്കാണ് കേട്ടോ, വലുതല്ല. 5000 പുരുഷന്മാർ, 5000 ഭാര്യമാർ. ഒരു വീട്ടിൽ 2 മക്കളെ വെച്ച് കൂട്ടിക്ക് എത്രയായി? ഉറക്കപ്പറ. പണ്ട് 2 എണ്ണമാണോ? ഇഷ്ടം പോലുണ്ട്. 19 മക്കളുള്ളവരെ എനിക്കറിയാം. ആമേൻ. ഞാൻ പറയട്ടെ, അത്ര തലമുറകൾ. അപ്പൊ 20,000 കവിയുക. ഇത്രയും പേരും കത്തിപ്പോകാത്തതിന്റെ കാരണം വെളിച്ചത്തെ മറവാക്കി മണ്ണെടുത്തത് കൊണ്ട്. മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മറവായി വെളിപ്പെട്ട ക്രിസ്തു, മറവായി വന്ന ദൈവം മറച്ചു പിടിച്ചു ശരീരം കൊണ്ട്. അങ്ങനെ 33 തിരുവയസ്സ് വരെ ഈ വെളിച്ചം ഭൂമിയിൽ വെളിപ്പെട്ടു. ഇനി പറയാൻ പോകുന്ന രംഗം ഓർക്കണേ. യേശുക്രിസ്തുവിൻ്റെ ജനനം കല്ലിടാവിലായിരുന്നു. വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ പശുത്തൊഴുത്തിൽ കിടത്തി. അങ്ങനെ ജനിക്കപ്പെട്ടവൻ എന്തുകൊണ്ട്? ഒരു ഭാഗമെന്ന് പറഞ്ഞു വിടുക. ദൈവദാസന്മാർക്ക് അടുത്തൊരു മെസ്സേജിന് വകയാകട്ടെ. ജനിക്കപ്പെട്ടവൻ എന്തുകൊണ്ട്? മഹാരാജാവായവൻ എന്തുകൊണ്ട് രാജകൊട്ടാരത്തിൽ ജനിക്കാതെ, ഉന്നത കുടുംബത്തിൽ ജനിക്കാതെ, പുൽത്തൊഴുത്ത് ജനിക്കാതെ, വഴിയമ്പലത്തിൽ ജനിക്കാതെ വഴിയോരത്ത് ജനിച്ചു? അതിന്റെ കാരണം അവൻ ബേഥലഹേമിന്റെ രാജാവല്ല, അവൻ മുഴു ലോകത്തിന്റെയും രാജാവാണ്. കര ഉയർത്ത് ദൈവത്തിന് ഹല്ലേലൂയ പറ. രാജകൊട്ടാരത്ത് ജനിച്ചിരുന്നെങ്കിൽ ആ നാടിന്റെ രാജാവേ ആകത്തുള്ളൂ. പക്ഷെ പാലസ്തീൻ്റെ പച്ച പിരിച്ച മണ്ണിൽ നസറേത്ത് എന്ന പട്ടണത്തിൽ വളർന്ന് കല്ലിടാവിൽ ജനിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പ്രത്യേകത, അവൻ മുഴു ലോകത്തിൻ്റെയും രാജാവാ. ഉറപ്പുണ്ടോ? ഒരാമയം പറഞ്ഞേ. ആ രാജാവിനോട് ചെറിയ കാര്യം ചോദിക്കരുത്. ചെറിയ കാര്യമൊന്നും. ഒരാമയം പറഞ്ഞേ. ഞാൻ പറയട്ടെ, തിരുവനന്തപുരം ഭരിക്കുന്ന രാജാവ് ഈ വഴി വരുമ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഒരു അച്ചാൻ ചെന്ന് പറയാ, എൻ്റെ രാജാവേ 2 ഇഡലി ഒരു ഉഴുന്നുവട മേടിച്ച് തരണേ. ആരെങ്കിലും പറയൂ?
അതിനാരും മിണ്ടാത്തെ. രാജാവിനോട് പറയാം 2 ഇഡലി 1 ഉഴുന്നുവടയും കൂടെ മേടിച്ചേ. അങ്ങനല്ല, രാജാവിൻ്റെ പദവി അനുസരിച്ച് നീ ചോദിക്കണം. ഇനി തിരിച്ചു പറയാം, മക്കളെങ്കിലോ ഉറക്കപ്പറ. ഞാൻ ഇന്ന് രാത്രി സഭയോട് പറയുക, ഇരിക്കാൻ ഇടയില്ലാത്ത രീതി ജനത്തെ വിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. വിശ്വസിക്കുന്നവരാമേൻ പറഞ്ഞേ. നീ പ്രാർത്ഥിക്കുന്ന രാജാതിരാജാവിനോടല്ലേ, അവന്റെ പ്രജകളെ ആലയത്തിനകത്ത് നിറയ്ക്കാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കേ. ഞാനിന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുന്നു, 2025 പിന്നിടുന്നതിന് മുമ്പ് ഈ ഉപവാസത്തിന്റെ ഗുണം പ്രാർത്ഥിക്കുന്നവരറിയും. ശബ്ദം ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ഈ ഉപവാസത്തിന്റെ ഗുണം പ്രാർത്ഥിക്കുന്നവരറിയും. ആരാധിക്കുന്ന ആമേൻ ഒരു വറ്റത്ത് ദൈവാത്മാവിനകത്ത് കൊണ്ടുവരും. സ്തോത്രം ചെയ്യുക. നല്ല എഡ്യൂക്കേഷനുള്ള, പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ ആരാധിക്കുന്ന, ദൈവത്തെ അഭിമുഖം കണ്ട ചിലതിനെ പിടിച്ചു ദൈവം ഇതിനകത്ത് കയറ്റും. സ്തോത്രം പറ. ഈ ആരാധന ബഹുദൂരം കേൾക്കാൻ പോകുക. ആമേൻ. വിശ്വസിക്കുന്നവരുണ്ട് ആമേൻ പറ. ഇവിടെ നടക്കുന്ന ആരാധന ബഹുദൂരം കേൾക്കാൻ പോകുക. ഇവിടെ നടക്കുന്ന ആരാധനയുടെ റിസൾട്ട് ബഹുദൂരം അറിയാൻ പോകുകയാണ്. Praise God. Jesus. ഒരു അഭിഷക്തൻ 1000 കസേര ഇറക്കിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് പ്രസംഗിച്ചു ഒരു ഓഡിറ്റോറിയത്തിൽ. പ്രസംഗത്തിൻ്റെ പാതിയായപ്പോൾ ഇവൻ ആരോടാ പ്രസംഗിക്കുന്ന അറിയാൻ ഒരുത്തൻ കയറി വന്നവൻ്റെ ഭൂതം പുറത്തു വന്നു. ആ ഭൂതം പിടിച്ചവൻ സൗഖ്യമായപ്പോൾ അവൻ്റെ ബന്ധുക്കൾ മുഴുവൻ സഭയ്ക്കകത്ത് വന്നു. ഒരാമയം പറ. അന്ന് വൈകിട്ടത്തെ യോഗത്തിൽ 1000 കസേര നിറഞ്ഞു. പിടികിട്ടിയെങ്കിൽ ആമയം പറഞ്ഞേ. എടാ, ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും ചെയ്യാമെങ്കിൽ പോരാ, ഒറ്റ ദിവസം കൊണ്ട് 3000 മുക്കിക്കയറ്റാൻ ദൈവത്തിന് കഴിവുണ്ടെങ്കിൽ ഇന്ന് രാത്രി ജനത്തെ നിറയ്ക്കാൻ ദൈവത്തിന് കഴിവുണ്ടെന്ന് പറ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിന് ആമയം പറഞ്ഞേ. ഇതൊരു മിഷണറി ചർച്ചാണ്. അഭിഷക്തന്മാരെ വാർത്തെടുക്കുന്ന ആത്മകൃപയുള്ള ദൈവദാസന്മാർ രംഗത്തിറങ്ങുന്ന സഭയാകട്ടെ. വിശ്വസിക്കുന്നവർ മിണ്ടാതിരിക്കരുത്. വാതുറന്ന് കർത്താവിനെ ആരാധിച്ചു. ഇതൊരു മിഷണറി സഭയാണ്. ഇതിനകത്ത് ഒരുപറ്റം അപ്പോസ്തലന്മാർ, ഒരുപറ്റം പ്രൊഫറ്റുകൾ ദൈവാത്മാവിൽ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഇതിനകത്ത് അധികാരമുള്ളവർ എഴുന്നേൽക്കാൻ പോകുകയാണ്. Praise the Lord. വിശ്വസിക്കുന്നവർ സ്തോത്രം പറ. അങ്ങനെ മണ്ണെടുത്ത് മനുഷ്യനായി മറിയയുടെ ഉദരം വഴി മണ്ണിലേക്ക് ഇറങ്ങി വന്ന ദൈവം ആരംഭത്തിൽ വെളിപ്പെട്ടത് നമ്മുടെ ഭാഷ പറഞ്ഞാൽ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യമാണെന്ന അല്ല, ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായമാണ്. സ്തോത്രം പറ. കാനാവിലെ കല്യാണത്തിനെ കുറിച്ച് പഠിച്ച ശിഷ്യന്മാരെയും ക്ഷണിച്ചിരുന്നു. വായിച്ചോടെ, അങ്ങനല്ലേ വായിച്ചേ? അപ്പോൾ ആരുണ്ട് കൂടെ? ഉറക്കപ്പറ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ അത്ഭുതം എവിടെ വെളിപ്പെട്ടെ? പത്രോസിൻ്റെ പടകിൽ. ഒരാമയം പറഞ്ഞേ. എഴുതി വന്നപ്പോൾ അങ്ങനെ ആയെന്നുള്ളൂ. 3-ാം നാൾ ഗലീലയുടെ കാനാവിൽ 7 ദിവസമാണ് വിവാഹം നടക്കുന്നത്. 7 ദിവസം. 7 ദിവസത്തിൽ 3 ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ്. എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ദിവസത്തിൽ സകല സമ്പത്തുള്ളവരും അന്നേ കല്യാണത്തിന് ഇറങ്ങി വരും. ഈ മണവാളനൊരു പ്രത്യേകതയുണ്ട്. ഈ മണവാളൻ വന്ന് പാർക്കുന്ന സമയത്ത് കുതിരപ്പുറത്ത് കയറി ഒരു വരവുണ്ട്. ആ വരവ് കാണുമ്പോൾ മണവാട്ടിയുടെ അകത്തൊരു ആനന്ദമാണ്. സ്വോത്രം പറ. ഒന്നിലധികം വീടുകളിൽ വന്ന് കല്യാണം ആലോചിക്കും. പല വീട്ടിലും പല മണവാളന്മാർ വന്ന് പെണ്ണ് കാണും. കണ്ടിട്ട് പോകുന്നതിന് മുമ്പ് 10 ദ്രഹ്മ കൈ കൊടുക്കും. 10 ദ്രഹ്മ. എന്തിനെന്നറിയാമോ? വിശ്വസ്തതയുള്ളവളാണോ എന്നറിയാൻ. അങ്ങനെ വിശ്വസ്തതയുള്ളവളല്ലെന്ന് കണ്ടാൽ ആ വിവാഹം മുടങ്ങിപ്പോകും. അതിനാ 10 ദ്രഹ്മയിൽ 1 കാണാതെ പോയപ്പോൾ അവൾ വിളക്ക് കത്തിച്ചടിച്ചു വാരി കണ്ടുകിട്ടുന്നവരെ സൂക്ഷ്മതയോട് അന്വേഷിച്ചു. മനസ്സിലാകുന്നവർ ആമേൻ പറഞ്ഞേ. ഈ മണവാളൻ്റെ വരവ് കാത്തിരിക്കുന്ന മണവാട്ടി, ഈ യഹൂദ സ്ത്രീകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. അവരുടെ മുടി അവർ നന്നായി സൂക്ഷിക്കും.
മുടി നന്നായി ഉറക്കപ്പറ സൂക്ഷിക്കും. എൻ്റെ ചർച്ചിലെ ഒരു മോള് കഴിഞ്ഞ ദിവസം വന്നിട്ട് എറണാകുളത്ത് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ അങ്കിളെ എനിക്ക് മുടി കളർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ പറഞ്ഞു അവിടെ നിന്ന് ചെയ്തോണം, ഇങ്ങോട്ട് എന്ത് ചെയ്യരുത്, വരരുത്. നീ കളർ ചെയ്യുവോ കടലിൽ ചാടുവോ എന്നാ വെള്ളം ചെയ്തോ, പക്ഷെ ഇങ്ങോട്ട് എന്ത് ചെയ്യരുത്, വരരുത്. കാരണം ഇതിനകത്ത് വ്യവസ്ഥയുണ്ട്. ആമേൻ പറ. കോലം കിട്ടുന്നിടമല്ല ദൈവസഭ. സ്വോത്രം വരുന്നില്ലല്ലോ, ഉറക്കപ്പറ. കോലം തുള്ളുന്നിടമല്ലെന്ന് ദൈവസഭ. ഇതിനകത്ത് ആരാധന വെളിപ്പെട്ടു വരണം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. യഹൂദാ സ്ത്രീയുടെ പ്രത്യേകത, വിവാഹ സമയം വരെ അവളെ മുടി പൊതിഞ്ഞു കെട്ടിക്കൊണ്ട് നടക്കും. പൊതിഞ്ഞു കെട്ടിയാണ് അവിടെ മുടി കൊണ്ട് നടക്കുന്നത്. ഈ മുടി ബഹുമാന സൂചകമാണ്. മുടി അഴിക്കപ്പെടുന്നത് മണവാളൻ്റെ മുൻപിലാണ്. ഒരാമയം പറഞ്ഞേ. പക്ഷേ ഒരുത്തിയെ കണ്ടുപിടിച്ച് അവൾക്ക് ബഹുമാനമുള്ള മുടി രാമൻ കെട്ടോടഴിച്ചിട്ട് യേശുക്രിസ്തുവിൻ്റെ കാലവൾ വെങ്കൽപ്പറണി പൊട്ടിച്ചൊഴിച്ചിട്ട് മുടി കൊണ്ടവൾ തിവർത്തി. എന്നാ കാര്യം? 7 ഭൂതം പിടിക്കപ്പെട്ട എന്നെ തിരഞ്ഞു പിടിച്ച് സൗഖ്യമാക്കിയത് യേശുവാ. അവനാണ് എൻ്റെ മണവാളൻ. അവന് മുമ്പിലാണ് എൻ്റെ ബഹുമാനം വെളിപ്പെട്ട് വരേണ്ടത്. ആമേൻ. അന്നത്തെ യഹൂദാ സ്ത്രീകൾ മുടിയുള്ളവരായിരുന്നു. ഒരാമേൻ പറ. ഞാൻ കോട്ടയത്തൊരു യോഗം കഴിഞ്ഞ് വന്നപ്പോൾ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ ഭയങ്കര ബഹളം. കാറ് നിർത്തിയേച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി സ്റ്റാൻഡിലോട്ട് കയറിയപ്പോൾ ഒരു അമ്മച്ചി തട്ട നിന്ന് ബഹളം വെക്കുക. അവന് കണ്ണു കാണത്തില്ലേ? ഇറങ്ങുന്നതിന് മുമ്പ് വെല്ലടിക്കണോ എന്നൊക്കെ ചോദിച്ചു വന്നപ്പോൾ അടുത്തിരുന്നൊരു അമ്മ ചോദിച്ചു, നീ എന്തിനാ ബഹളം ഉണ്ടാക്കുന്നേ? എൻ്റെ തിരുപ്പൻ വണ്ടിക്കകത്തായി പോയത്. പ്രായമുള്ളവർക്കറിയാം, അതുകൊണ്ട് അങ്ങനെ വിട്ടത്. വെച്ച് കെട്ടിയ മുടി ഇറങ്ങി വരുന്ന വഴിക്ക് കമ്പിയെ കുടുങ്ങി അതിനകത്തിരിക്കുക. അമ്മച്ചി ഇറങ്ങിപ്പോന്നു, മുടി അവിടെ. എടാ പാലക്കാടിന് പോകണ്ടേ, അത് അതിന്റെ സമയത്തിന് പോകണ്ടേ? അവൻ ബെല്ലടിച്ച് തലം വിട്ടു. അന്നാണ്ടോ ഗോത്രം പോയാണ്ടോ? എനിക്ക് TPM ഒരു അപ്പച്ചൻ പ്രസംഗിക്കുന്ന ഒരിക്കൽ കണ്ടു. ഒരു കല്യാണത്തിന് പോയതാ. അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, പണ്ടൊക്കെ സ്ത്രീകൾ മുടിയടിച്ച പാദം വരെ വീഴും. പാദം വരെ ഉണ്ടായിരുന്നു, അത്രയ്ക്ക് മുടിയാ. ഇപ്പം അഴിക്കുന്നതിന് മുമ്പേ സംഗതി താഴെ പോവുക. അഴിക്കുന്നതിന് മുമ്പേ സംഗതി താഴെ പോവുക. അപ്പം ഇന്ന് രാത്രി പറയട്ടെ, യഹൂദാ സ്ത്രീകൾ മുടി നന്നായി സൂക്ഷിക്കുന്നവളാ. ബഹുമാന സൂചകാർത്ഥം. മണവാളൻ വരുന്നേ എന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ മണവാട്ടിയുടെ അകത്തൊരു ആനന്ദമാണ്. എന്നറിയാവോ? അവൾ കണ്ടിട്ടില്ലാത്ത വീട്, കണ്ടിട്ടില്ലാത്ത സ്ഥലം, കണ്ടിട്ടില്ലാത്ത ഭാഷ, കണ്ടിട്ടില്ലാത്ത ക്രമം, കണ്ടിട്ടില്ലാത്ത ഇടം, അത് കാണാനുള്ളിലൊരാവേശം. ഇന്നങ്ങനാണോ? ചെറുക്കൻ പെണ്ണ് കണ്ടിട്ട് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം പെങ്കൊച്ച് അവിടെ അവൻ്റെ വീട് കാണാൻ പോകും. എൻ്റെ ദൈവമേ, സ്വോത്രം പോയോ? പ്രായമുള്ളവരോട് ചോദിച്ചാൽ കെട്ട് കഴിഞ്ഞാൽ കെട്ടിയോൻ്റെ വീട് വരെ എന്ത് ചെയ്യുന്നേ കാണുന്നത്. ഇന്നങ്ങനല്ല. തലേ ദിവസം പെണ്ണ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പിറ്റേ ദിവസം പെങ്കൊച്ച് അവൻ്റെ വീട്ടിൽ പോകും. അവിടെ ചെന്ന് ആ വീടും ചുറ്റുപാടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൾ പറയും എനിക്ക് അവനെ വേണ്ടെന്ന് പറയും. അങ്ങനൊരു കാലത്തിലേക്ക് സംഭവം മാറി. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് സന്തോഷമില്ലാത്ത പോലെ തോന്നും. കിടക്കട്ടെ, ഇതുകൂടെ വേണ്ടതാ. അതുകൊണ്ടാ ശ്രദ്ധിച്ചേ. അങ്ങനാണെങ്കിൽ ഞാൻ ആവർത്തിച്ച് പറയാം, ഈ മണവാളനെ കാത്തു നിൽക്കുന്ന മണവാട്ടിയെ കണ്ടോ? അത് അത്ഭുതമാണ്. അങ്ങനെയാണ് യഹൂദൻ്റെ കല്യാണം. യഹൂദ കല്യാണത്തിന് സകലമായ ആളുകളും വരുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും കൂടെ ഉണ്ട്. സ്വോത്രം പറഞ്ഞേ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായത്തിൽ കഴുകപ്പെട്ട വലയും ഒഴുകപ്പെട്ട പടകും ഒഴിയപ്പെട്ട പടകും തകരപ്പെട്ട മനസ്സുമായി കരയ്ക്കെടുത്ത പത്രോസിന്റെ പടകിൽ യേശു ഇരുന്ന് പ്രസംഗം ആരംഭിച്ചിട്ട് അവസാന ഘട്ടത്തിൽ വലയെറിയാൻ പറയുമ്പോൾ ശൂന്യതയുടെ ആഴത്തിൽ നിന്ന് പുതിയ ചില മത്സ്യങ്ങൾ ഉളവായി രംഗത്ത് വന്നു. ഒരാമേൻ ഉറക്കെ പറ. നിന്റെ കൺമുമ്പിൽ ഇല്ലാത്തതിനെ എന്റെ യേശു വിളിച്ചു വരുത്തുവെന്നാ പറഞ്ഞത്. ഒരു ദൂത് കണക്റ്റ് ആകുന്നു സഭയോടാ. ഇവർ പറഞ്ഞതേ, വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിൽ നിന്ന് കല്ല് ജീവിപ്പിക്കുമോ?
സ്തോത്രം പറ. 4, 3, 7 പേരിരിക്കുന്നിടത്ത് എവിടെ ആത്മാക്കൾ ഉണ്ടാകാനാ? ഇവൾ വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിന് കല്ലുകൾ ജീവിപ്പിക്കുമോ? എൻ്റെ പൊന്നെ, എടാ സൻബല്ലത്തെ തോബിയാവേ, നീ ചണ്ടിക്കൂമ്പാരമേ കണ്ടുള്ളൂ, അതിനകത്ത് ജീവിക്കുന്ന കല്ലുകളുണ്ട്. പിടികിട്ടിയെങ്കിൽ ആമേൻ പറഞ്ഞേ. സൻബല്ലത്തിൻ്റെ തോബിയാവിൻ്റെ കണ്ണിൽ കിടക്കുന്ന കാഴ്ച വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരം. പക്ഷെ നെഹമ്യാവിൻ്റെ കണ്ണിൽ അതല്ല. ചണ്ടിക്കൂമ്പാരത്തിനകത്ത് ജീവനുള്ള ചില കല്ലുകളുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ ഇടത്തോടെ നെഹമ്യാ പറഞ്ഞത്, ആകയാൽ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. കരമുയർത്ത് ദൈവത്തിന് ആമേൻ പറഞ്ഞാട്ടെ. ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ആകയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. കാബൂൽ ദേശം ഇരുളടഞ്ഞത്, പ്രവൃത്തിയില്ലാത്തത്, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത മണ്ണിലേക്ക് യേശു പാദമൂന്നി. യേശുവിൻ്റെ കാൽവെപ്പ് ഒരു കുടുംബത്തിൻ്റെ ആത്മഹത്യയുടെ ശക്തിയെ പൊട്ടിച്ചു. യഹൂദന്റെ ആനന്ദമാണ് വീഞ്ഞ്. ആനന്ദം വീഞ്ഞാൻ. വീഞ്ഞ് കുടിച്ചവർ സന്തോഷത്തോടെ ആറാടുന്നത്. ഇവിടുത്തെ സാധനമല്ല കേട്ടോ, കളറ് പിടിച്ചതും ലഹരി കൂട്ടിയായിട്ടൊന്നുമല്ല. ഒരാമയം പറ. ഒരിക്കലൊരു അച്ഛൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ അല്പമൊക്കെ അടിക്കുന്നതിനൊരു തെറ്റില്ലെന്ന് പറഞ്ഞു. ട്രെയിൻ യാത്ര വെച്ചാ. ഞാൻ പറഞ്ഞു നല്ല കാര്യമാണ്. അന്ന് കുടിച്ചവരാരും കുടിച്ചേച്ച് ബോധമില്ലായ്മ പറഞ്ഞില്ല. പറഞ്ഞോ? പറഞ്ഞേ? അങ്ങനെ ആരെല്ലാം പറഞ്ഞോ? എടാ നിന്നെ വെട്ടുപടാന്ന് വല്ലതും പറഞ്ഞു? ഇല്ല. കാണിച്ചു തരാടാ നിന്നെ കൊല്ലുമെന്നൊന്നും ആരും പറഞ്ഞില്ല. കുടിച്ചവരെല്ലാം പറഞ്ഞത് ഇത്ര നല്ലത് എവിടെ ഇരുന്നെന്നാ എളുപ്പമുള്ളത്. സ്തോത്രം പറ. മരണത്തിൻ്റെ വക്കോളം അടുത്ത് ചെല്ലപ്പെട്ട കുടുംബത്തിൻ്റെ പോരായ്മ തിരിച്ചറിഞ്ഞു. ഇനി ഏറ്റവും വലിയ സന്തോഷം, എനിക്ക് യേശുവിൻ്റെ അമ്മ മറിയെ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരി പരദൂഷണം പറയുന്ന ആളല്ല. അതാണ്ടോ ഓത്രം പോയാണ്ടോ അത് പറഞ്ഞു. എന്തോ പറയത്തില്ല, പരദൂഷണം പറയത്തില്ല. കാര്യം എന്നാ, ഇന്നത്തെ മറിയാണെന്ന് ആ പതുക്കെ പുറത്തോട്ടിറങ്ങി വെച്ചാൽ, അച്ഛാ എവിടെ പോവാ? വീഞ്ഞ്, സംഗതി തീർന്ന്, എല്ലാം കഴിഞ്ഞ്, കലത്തിൻ്റെ മട്ട് വരെ കണ്ടയച്ചാൽ ഞങ്ങൾ ഇറങ്ങി, അതുകൊണ്ട് പോകണ്ട, ഒന്നും കിട്ടുകയില്ല എന്ന് പറഞ്ഞ് വരുന്നവരെ കൂടെ മുടക്കിയേനെ. ഇപ്പോൾ ശവക്കോട്ടയിലാണോ നിൽക്കുന്നതെന്നൊരു ഫീൽ ഇവിടെ വരുന്നുണ്ട്. മിണ്ടുന്നില്ല. പരദൂഷണം പറയരുത്. ഒരാമയം പറഞ്ഞേ. അങ്ങനെയുള്ള മറിയല്ല യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ. പുള്ളി അങ്ങനെയുള്ള ആളല്ല. ഒരാമയം പറഞ്ഞേ. അവൾ കാര്യം തിരക്കിയിട്ട് ആരും അറിയാതെ പരിഹരിപ്പാൻ കഴിവുള്ള ഒരുത്തൻ അവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവൻ്റെ അടുക്കൽ കാര്യം ബോധിപ്പിച്ചു. ഒരുമിച്ചൊരു സ്തോത്രം പറ. ഇന്ന് രാത്രി ചിലരെ നോക്കി ദൈവാത്മാവിൽ ദൂത് പറയട്ടെ. നിന്റെ വീട്ടിൽ അടുത്ത വീട്ടിലെ പരാധീനത പരദൂഷണമാക്കാതെ അവന് വേണ്ടി ഇടിവ് നിൽക്കാൻ എത്ര പേര് തയ്യാറുണ്ടെന്ന് എൻ്റെ ചോദ്യം. മനസ്സിലാക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. നിന്റെ ഒപ്പമുള്ളവന്റെ പരദൂഷണം പറയാതെ അവന് വേണ്ടി മുട്ടുമടക്കി കരയാൻ ദൈവമൊക്കെ തയ്യാറാകണം. ഞാൻ കുറച്ചുകൂടെ വേഗത്തിൽ പോകാം, എങ്കിലേ തീർക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചേ. സ്തോത്രം ചെയ്യുന്നു. ഈ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വിടുതൽ, ആ വീട്ടിൽ കാബൂൽ ദേശത്ത് വെളിപ്പെട്ട ആദ്യത്തെ വിടുതൽ, ആ മണ്ണിൻ്റെ ശാപമടിച്ചു. എന്തുണ്ടാക്കിയാലും ദാരിദ്ര്യത്തിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന ദാരിദ്ര്യത്തിൻ്റെ ആത്മാവിനെ യേശു അവിടെ വെച്ചടിച്ചിട്ട് അവരുടെ ഇല്ലായ്മ മാറ്റി വിലാപമുയരേണ്ട വീടിനെ നൃത്തമാക്കി ദൈവം മാറ്റി. ഒരാമേൻ പറഞ്ഞേ. ഇന്ന് രാത്രി ഒരു ദൂത് പറയാൻ, വെളിച്ചത്തിന്റെ ദൈവം ഇരുളടഞ്ഞ കാബൂൽ ദേശത്ത് കാനായിൽ കാലുവെച്ചപ്പോൾ ആ നാട്ടിൽ മരണം വിതച്ച പൈശാചിക മണ്ഡലം വെളിച്ചത്തിന്റെ മുമ്പിൽ ഓടിപ്പോയി. ഈ വെളിച്ചം ചിലയിടങ്ങളിൽ വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. എവിടെ? രണ്ട് കാര്യം പറയാം. 20,000 പേരെ തള്ളി മാറ്റിക്കൊണ്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടാൻ ഒരുത്തി ഓടി വരുന്നുണ്ട്. ന്യായപ്രമാണം അനുസരിച്ച് പാളയത്തിന് പുറത്തോ വീടിനകത്തോ പോകണം. ഇല്ലാത്ത പക്ഷം പുറത്തിറങ്ങാൻ വ്യവസ്ഥയില്ല. സകല മനുഷ്യരെയും തള്ളി മാറ്റിക്കൊണ്ട് ആരെ മൈൻഡ് ചെയ്യാതെ അകത്തൊരു വിശ്വാസമുണ്ടാക്കി, ഞാൻ ഇന്ന് രാത്രി മടങ്ങി വരുന്നെങ്കിൽ എൻ്റെ യേശുവിനെ തൊട്ടല്ലാതെ മടങ്ങത്തില്ല. അവൾ ഓടിച്ചെന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടു. അതേ ക്ഷണത്തിൽ സൗഖ്യമായി. അടുത്ത പദം കേട്ടോ. യേശു ചോദിക്കുന്ന, എന്നെ തൊട്ടമാര്?
നിരവധി ആളുകൾ നിരന്ന് നടക്കുന്ന വഴിയിൽ ആരൊക്കെ തൊട്ടെന്ന് ഒരു പിടിയില്ല. പക്ഷെ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, 20,000 പേര് നിന്നാലും ആവശ്യബോധത്തോടെ തൊടുന്നവനെ യേശുവിനറിയാം. ഏറ്റെടുക്കുന്നവർ ദൈവത്തിന് ആമേൻ പറഞ്ഞേ. ആയിരക്കണക്കിന് ആളുകൾ ചേർന്ന് നിന്നാലും ആവശ്യബോധത്തോടെ തൊടുന്നവനെ യേശു തിരിച്ചറിയും. ആവശ്യബോധത്തോടെ തൊട്ടവനെ യേശു തിരിച്ചറിഞ്ഞു. ആമേൻ. അവൻ ചോദിക്കുന്ന എന്നെ തൊട്ടതാരാ? നോക്കിക്കേ, പുറത്തിറങ്ങി 4 പേരുടെ മുമ്പിൽ സംസാരിക്കാൻ അനുവാദമില്ലാത്തവൾ, അപവാദം പറഞ്ഞുണ്ടാക്കിയ ആളുകൾ, കുറ്റപ്പെടുത്തിയ ആളുകൾ, പാളയത്തിന് പുറത്തു പോകണമെന്ന് പ്രഖ്യാപിച്ച ആളുകൾ, വീട്ടിനകത്ത് അടച്ചിരിക്കണമെന്ന് പറഞ്ഞ ആളുകൾ, ആ സമൂഹത്തിന്റെ മുമ്പിൽ അവൾക്ക് സംസാരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ദൈവം ഒരുക്കി വെച്ചു. പിടികിട്ടിയെങ്കിൽ ദൈവത്തിന് ആമേൻ പറ. 20,000 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഞാനാ തൊട്ടതെന്ന് പറയാൻ ഒരു വേദി ദൈവം ഒരുക്കി വെച്ചെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളോട് ദൂത് പറയാം, നീ പ്രാപിച്ച വിടുതൽ നിരവധി പേരോട് പറയാൻ ദൈവം നിനക്ക് വേദി ഒരുക്കാൻ പോവുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിൻ്റെ പര്യവസാനത്തിലേക്ക് ഓടിക്കേറണം. തിരിച്ചറിഞ്ഞ് അങ്ങനെ 33.5 കൊല്ലം 3.5 വർഷം ശക്തിയോടെ ശുശ്രൂഷിച്ചു. 3.5 വർഷമായപ്പോൾ ഈ വെളിച്ചത്തെ തല്ലിക്കെടുത്താൻ കൂട്ടർ തയ്യാറായി. അങ്ങനെ അവൻ ഗെത്സമനി എന്ന തോട്ടത്തിൽ വെച്ച് പിടിച്ച്, ജോസഫ് എന്ന ചരിത്രകാരൻ പറയുന്നത്, എവിടുന്ന് പിടിച്ചോ അവിടെ മുതൽ അവനെ അടിച്ചു. അവൻ്റെ പുറം ഉഴവുചാലു പോലെ കീറി. ഒറ്റ വാക്കിൽ മൺകുടം ഉടയപ്പെട്ടു. മൺകുടം ഉടയപ്പെടുന്നു, മൺകുടം അടിച്ചു കീറുന്നു, മൺകുടം മുറിയപ്പെടുന്നു. ഗെത്സമനി എന്ന തോട്ടത്തിൽ നിന്ന് ഗവദ എന്ന 12 പടവുകൾ ചവിട്ടിയിറങ്ങി ഒരു പീഠത്തിലോട്ട് കൈകെട്ടി വെച്ച് വില്ലുപോലെ വളച്ചു നിർത്തി. അവന്റെ പുറം ഉഴവുചാലു പോലെ കീറി. രക്തധമനികൾ പൊട്ടി രക്തം ധാരധാരയായി പുറത്തെ കൊഴുകിയിട്ട് കണ്ണുകെട്ടി കരണത്തടിച്ച് കാർക്കിച്ചു തുപ്പി, പറ നിന്നെ തല്ലിയതാരെന്ന് ചോദിച്ചിട്ട് ഒരു വാക്കുപോലും മിണ്ടാത്തവനായി ഭാരമേറിയ മരക്കുരിശ് തോളിലേന്തി മുൾക്കിരീടം തലയിലടിക്കപ്പെട്ടവൻ ഗോൽഗോത്തായുടെ വിരിമാറിലേക്ക് നടന്നു കയറുക. സാത്താൻ കൈകൊട്ടി ചിരിച്ചിട്ട് പറഞ്ഞു, തീർന്നു, തീർന്നെന്ന്. ഇനി ആ വെളിച്ചം ഭൂമിയിൽ ഉണ്ടാകത്തില്ല. ഞങ്ങളതിനെ തല്ലിക്കെടുത്തി. നോക്കിക്ക, എഴുന്നേറ്റ് നിൽക്കാൻ ത്രാണിയില്ലാത്തവനായി ഒരുവൻ നിൽക്കുന്നത് കണ്ടോ? അറുക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതെ നിൽക്കുന്നവനെ കണ്ടോ? അവന്റെ മുഖം വിരൂപമായി പോയി. മാറി നിന്ന് സാത്താൻ അട്ടഹസിക്കുക, തീർന്നടാ, തീർന്നു, നീ തീർന്നു, നിന്റെ ശരീരം ഉടയപ്പെട്ടു, നിനക്ക് നിൽക്കാൻ പറ്റില്ല, നിന്നെ കൊണ്ട് ഇനി ഒരു കഴിവില്ല എന്നിത്യാദി പദം പറഞ്ഞ് പിശാച് കൈകൊട്ടിച്ചിരിക്കുമ്പോൾ യേശുവിന് പറയാൻ ഒറ്റ മറുപടിയുള്ളൂ, തീർന്നിട്ടില്ല. കാൽവറിയുടെ കുലക്കളത്തിൽ ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. ഗെത്സമനെ കൊണ്ട് ഞാൻ ഒതുങ്ങത്തില്ല, ആമേൻ. ഗവദ കൊണ്ട് ഞാൻ ഒതുങ്ങത്തില്ല, ഗോൽഗോത്ത കൊണ്ട് ഒതുങ്ങത്തില്ല. ഗോൽഗോത്തായുടെ വിരിമാറിൽ യേശു കൈകാലുകൾ വിരിക്കപ്പെട്ടവനായി സ്വന്തം പ്രാണനെ പിതാവിൻ്റെ കരത്തിൽ കൊടുത്തു. എന്തിന്? തിരിച്ചു പിടിക്കാൻ, തിരികെ പ്രാപിക്കാൻ. പിതാവിൻ്റെ കയ്യിലോട്ട് ആത്മാവിനെ കൊടുത്തിട്ട് സ്വന്തം തോളിലേക്ക് തലചായിച്ചു. ആമേൻ. പിശാച് അധമപാതാളത്തിൽ അലമുറയിട്ട് കരഞ്ഞു. കാരണം ദൈവം അവനെ പരസ്യ കാഴ്ചയാക്കി മാറ്റി. ഒരാമേൻ ഉറക്കെ പറ. ഈ ശബ്ദം പോരാ, ഉറക്ക ദൈവത്തെ സ്തുതിച്ചു. ഇതൊക്കെ വാക്യമെടുത്ത് പറയാൻ പോയാൽ എൻ്റെ സമയം നിൽക്കുകയല്ല. അതുകൊണ്ട് കമ്പിവാചകത്തിൽ കുറേയൊക്കെ കട്ട് ചെയ്തേച്ച് വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണേ. ഗവദ എന്ന കൽത്തളത്തിലും ഗോൽഗോത്തായുടെ വിരിമാറിലും കൈകാലുകൾ വിരിക്കപ്പെട്ടവൻ മരിച്ചു. അന്നത്തെ മന്ത്രിയായ അരിമത്യക്കാരനെ യോസേപ്പിന്റെ കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. എന്നിട്ട് പടയാളികളെ കാവൽ നിർത്തി, റോമാ ഗവൺമെന്റിന്റെ കറുത്ത മുദ്ര കുത്തി പടയാളികളെ കാവൽ നിർത്തി ചങ്ങല വലിച്ചു കെട്ടി കല്ലുരുട്ടി വെച്ചു. കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ഒറ്റ വാക്കി പറയാം, അകത്തിരിക്കുന്നത് ഇരുളല്ല, അകത്തിരിക്കുന്നത് വെളിച്ചമാണ്. സ്തോത്രം ചെയ്യുക. ഇരുള് പൂട്ടിയിട്ട വെളിച്ചത്തെ 3-ാമത്തെ ദിവസം കല്ലറ ഭേദിച്ച വെളിച്ചം പുറത്തു വന്നു. ഒരു സ്വോത്ര ഉറക്കെ പറ. ഇനി നിങ്ങളോടുള്ള ദൂത ശ്രദ്ധിച്ചു കേട്ടെ. പുറം മുഴുവൻ, ഇനി ഉദാഹരണം പറയാം,
എൻ്റെ കയ്യിലൊരു കപ്പുണ്ട്, ഇത് നിറച്ച് വെള്ളമാണ്. ഇനി സ്റ്റീൽ ഗ്ലാസ് ആണെന്നിരിക്കട്ടെ, ഏതെങ്കിലും ഒരു കൊച്ചു കുഞ്ഞ് ഈ ഗ്ലാസ്സിലോട്ട് വലിച്ചെറിഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന വെള്ളം മുഴുവൻ പുറത്ത് ചാടും. ചാടുവോ? ഉറക്കപ്പറ. ഉറപ്പാണല്ലോ. അങ്ങനാണെങ്കിൽ യേശുവിൻ്റെ പുറംകൂട് തകർന്നപ്പോൾ പിശാച് ചിരിച്ചു. പക്ഷെ അവൻ അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. പുറംകൂട് തകർന്നപ്പോൾ അകത്തുള്ള തീ പുറത്തോട്ട് ചാടി. എത്ര പേർക്ക് കാര്യം പിടികിട്ടി? ഈ സ്വോത്രം പോരാ, ഉറക്കെ പറയണം. അകത്തുള്ള തീ പുറത്തോട്ട് ചാടിയിട്ട് എൻ്റെ അച്ഛൻ അധമപാതാളത്തിലോട്ട് ഇറങ്ങി. എന്നിട്ട് അവൻ്റെ കയ്യിലിരുന്ന മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ തമ്പുരാൻ തിരിച്ചു പിടിച്ചിട്ട് തൻ്റെ ജനത്തെ നോക്കി പറഞ്ഞു, ഞാൻ ഇതിനെ നിന്റെ കയ്യിലോട്ട് സർവായുധവർഗമായി ദൈവം കൈമാറുകയാ. ഒരാമേൻ പറ. പിശാചിനെ തകർക്കാൻ ദൈവം നമ്മുടെ കൈ തന്ന സർവായുധ വർഗമാണ്. എന്ന് പറഞ്ഞാൽ ഏത് വകുപ്പിനും ആയുധം കയ്യിലുണ്ടെന്നർത്ഥം. എങ്ങനെ വന്നാലും ആയുധമുണ്ട്. സ്വോത്രം പറയാവോ? ഞാനൊരു തെളിവ് പറയാം. ഞങ്ങളുടെ അവിടെ പായിപ്പാട് എൻ്റെ ഒരു സുഹൃത്ത് പാസ്റ്ററുടെ മോൻ അവിടെ ഒരു മൊബൈൽ കട നടത്തി. അപ്പോൾ തൊട്ടടുത്തൊരു മുസ്ലിമിൻ്റെ കടയുണ്ട്. പുള്ളിക്കാരൻ ഈ ചങ്ങനാശ്ശേരിക്കാരനൊരു ദബ്ബയെ വിളിച്ചു വരുത്തി. എന്തിനാന്ന് പറഞ്ഞാൽ ബിസിനസ് വളരാൻ. പുള്ളി വന്നിട്ട് അകത്ത് കയറി ഏതൊക്കെയോ പരിപാടിയൊക്കെ ചെയ്തു. പിറ്റേ ദിവസം മുതൽ ഇങ്ങനെ ഭയങ്കര ബിസിനസ്സായവന്. വഴിയെ പോകുന്നവന് ആ കടയിൽ കയറിയിട്ടേ പോവുള്ളൂ. രക്ഷിക്കപ്പെട്ടവൻ കയറുകയില്ല, വഴിയെ പോകുന്നവനൊക്കെ കയറും. എല്ലാം മേടിച്ചോണ്ട് പോയപ്പോൾ ഈ പാസ്റ്റർ മോൻ ചോദിച്ചു, എടാ നിങ്ങളുടെ കടയിൽ ഇത്ര ആൾ വരാൻ കാര്യം എന്നാ? പുള്ളി ഉടനെ പറഞ്ഞു, ഞങ്ങളുടെ ദബ്ബ വന്ന് സംഗതി ചെയ്തിട്ടാണ് പോയത്, അതുകൊണ്ട് വഴിയെ പോകുന്നവന് എങ്ങോട്ട് കയറും? കടയിലോട്ട് കയറും. അവനോട് ചോദിച്ചു, നാളെ ആ പുള്ളി വീണ്ടും ഇവിടെ വരുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ നിൻ്റെ കടയിൽ കൂടെ ഇരുത്താം. പുള്ളി പറഞ്ഞു അത് വേണ്ടെന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞു ആ പരിപാടി വേണ്ട, അങ്ങനെയുള്ള കാശും വേണ്ട. അപ്പം ഇദ്ദേഹത്തോട് ചോദിച്ചത്, എടാ നിങ്ങളുടെ ദബ്ബ കെട്ടിയാൽ ഇത് അഴിഞ്ഞു പോയാൽ എന്നായി? പുള്ളി പറഞ്ഞു ഞാൻ ദബ്ബയോട് ചോദിച്ചിട്ട് പറയാം, പുള്ളിയോടൊന്ന് ചോദിക്കാമെന്ന്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടെ. അമ്മ പിറ്റേ ദിവസം രാവിലെ പുള്ളി വന്നപ്പോൾ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, സാറേ ഈ സാധനം നിങ്ങൾ കെട്ടിയാൽ അഴിക്കാൻ ആരെ കൊണ്ട് കഴിയും? അപ്പം കൂടെ നിന്നവൻ പറഞ്ഞു, ഇങ്ങനൊന്നും ഈ പുള്ളി പറഞ്ഞാൽ അഴിയത്തില്ല, ഈ പുള്ളി കെട്ടിയാൽ ആർക്കും അഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുകയും ദെബ്ബ തിരിഞ്ഞേച്ചു പറഞ്ഞു, അങ്ങനല്ല, കാതേലും കഴുത്തേലും ഇല്ലാത്ത കുറേ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, അതുകൊണ്ട് ആ ഭാഗം തന്നെ ഞാൻ അങ്ങ് എടുക്കുക. അവർ വട്ടം കൂടിയെന്ന് കലുപുലുപുല എന്ന് കുറെ സാധനം പറയുമ്പോൾ ഞാൻ കെട്ടിയ സാധനം പൊട്ടുക. സ്വോത്രം പറ. നമ്മളോ ഏതെങ്കിലും ഒരു പ്രവാചകൻ തലക്കെ വെച്ച് 4 ഭേദം ഓതി നിന്നെ കെട്ടിയെന്ന് പറഞ്ഞാൽ തീർന്നു. സ്വർഗത്തിൽ അരമണിക്കൂർ മൗനമായ ലക്ഷണം ഇതിനകത്ത്. നിന്നെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കയ്യടിയില്ല, തോത്രവും ഇല്ല. പറ, എൻ്റെ കുഞ്ഞെ, അവൻ നിന്നെ പേടിച്ച് നടക്കുക. സ്വോത്രം പറഞ്ഞേ, അതിനേക്കാൾ പേടിച്ച് നമ്മൾ നടക്കുക. ഇന്ന് രാത്രി സ്വോത്രം പറയാവോ? ഈ രാത്രി പറ, നിന്നോളം തൻ്റെ ഇടമുള്ള ഒരുവൻ ഇല്ലെന്ന് പഠിക്കേ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തെ സ്തുതിക്ക്. നീ കൈയടിച്ച നിനക്ക് കാശ് മുടക്കില്ല, നിനക്ക് കാശ് മുടക്കില്ല. നീ ആത്മാവിൽ കൈയടിച്ച വിടുതലാതെ, നീ ആരാധിച്ച വിടുതലാതെ, നീ പ്രാർത്ഥിച്ച വിടുതല. ഉടമകലമന ഘടകജരാതിയ ശന്തരാധന റികത്തലാധന. ഈ രാത്രി അത് ഏറ്റുപിടിക്കാൻ എത്ര പേരുണ്ട്? ഏറ്റുപിടിക്കാൻ എത്ര പേരുണ്ട്? നീ എന്തിനാ ആ വിചാരത്തെ ഭയപ്പെടുന്നത്? നീ എന്തിനാ ബന്ധനത്തെ ഭയപ്പെടുന്നത്? അവർ നിന്നെ ഭയപ്പെടുകയാ. Praise God. സാത്താൻ ഇരുട്ടത്താണെങ്കിൽ ആരാധിക്കുന്നവൻ വെളിച്ചത്താന്ന് പഠിക്ക്. അവങ്കലേക്ക് നോക്കിയവർ ഉറക്കപ്പറ
അവൻ്റെ മുഖം വിശ്വാസമുണ്ടോ? ആ ബൈബിളിൽ ഒന്ന് അടച്ചു വെച്ചേ. ഇരിപ്പടം വിട്ടൊന്ന് ചാടി എഴുന്നേറ്റേ. ഇന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ആ അവകാശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാപിക്കണമെന്നൊരുക്കമുണ്ടെങ്കിൽ 2 പേര് വെച്ച് കൈ ഇങ്ങനെ 2 കൈയും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നീന്തൊന്ന് പ്രാർത്ഥിച്ചേ. പെട്ടെന്ന് പ്രാർത്ഥിച്ചേ.